ശ്രീ ഹലോ സായിരാം. സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം ഓക്കെ നമസ്കരിച്ചുകൊണ്ട് ഓക്കെ. അന്തർശയജ്ഞത്തിന്റെ സായിരാം ഇപ്പൊ ഈ വെടിക്കെട്ട് 411 വെടിക്കെട്ട് നടക്കുന്നുണ്ട് ഭാഗത്തിലേക്കും ഇവിടെ അവസാന ഭാഗത്തിലേക്കും നമ്മൾ പുറത്ത്. എത്തുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശയജ്ഞത്തിന്റെ 411 ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് വായനയൊന്നുമില്ല. ആദ്യം തന്നെ സതീഷ് മാഷ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അത് കഴിയുമ്പോൾ ലക്ഷ്മണ മാഷ് പങ്കുവയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ പ്രസന്റേഷൻ കഴിയുമ്പം ഞാൻ എൻ്റെ ഒരു അഭൂതപൂർവമായ അതായത് ഒരു പുനർജന്മത്തിന്റെ ഒരു അനുഭവമാണ്, അത് പറയാം. അത് ശേഷം ഞങ്ങള് സതീഷ് മാഷും ഞാനും കൃതജ്ഞത പറയും. നമുക്ക് ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായിട്ട് നടത്താൻ സഹായിച്ചത് നിങ്ങളെല്ലാവരുമാണ്. ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമാണ്. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സതീഷ് മാഷും ഞാനും കൃതജ്ഞത പറയുന്നതായിരിക്കും. അവസാനം ശാന്തി മന്ത്രത്തോടുകൂടി നമുക്ക് നിർത്താം. സായിരാം. സതീഷ് മാഷെ വീഡിയോ ഓൺ ചെയ്തിട്ട് മാഷ് തുടങ്ങിക്കോളൂ. ഞാന് ഓങ്കാരം ഇത് പറയാം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സതീഷ് മാഷ്. സായിരാം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങൾ സാഷ്ടാംഗ പ്രണാമം. ഈ പങ്കെടുക്കുന്ന ഈ കോളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം, എൻ്റെ പ്രണാമങ്ങൾ. ഭഗവാന്റെ അപാരമായ കൃപ കിട്ടിയത് കൊണ്ടാണ് 411 ദിവസം ഇത് ഭഗവാനുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ഇത് വഴി തെളിച്ചല്ലോ. സന്തോഷം. സ്വാമിയുടെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ മുമ്പൊരിക്കൽ അനുഭവങ്ങൾ ഞാൻ പങ്കുവെച്ചതാണ്. എന്തായാലും ഒന്ന് വേഗത്തിൽ ഞാൻ ഒന്ന് പങ്കുവയ്ക്കാം. മാഷ് ആദ്യത്തെ അനുഭവങ്ങൾ പറയണ്ട, അത് 2 പ്രാവശ്യം ഇന്ന് എനിക്ക് വളരെ ഒരു സ്പെഷ്യൽ ഡേ പറഞ്ഞാൽ മതി. ഇത് എനിക്ക് ഇന്ന് എനിക്കൊരു പ്രത്യേക ദിവസമാണ്. കാരണം എൻ്റെ ജന്മദിനവും ഭഗവാന്റെ ജന്മദിനവും ഒരു ദിവസം കോയിൻസൈഡ് ചെയ്തു. അത് തീർച്ചയായിട്ടും സന്തോഷമായ കാര്യമാണ് അല്ലേ? അങ്ങനെ വന്നു. മുമ്പൊരിക്കൽ ഒരു വർഷം അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ മലയാളം ആളാണല്ലോ നമ്മൾ മലയാളി നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് സ്വാമിയുടെ. അപ്പൊ ഇതൊരു ലൈഫിൽ തന്നെ ഒരു ആധ്യാത്മികമായിട്ടൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു തന്നെ ഞാൻ കരുതുന്നു. പിന്നെ ഒരു 2 മിനിറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാലേ ഇന്ന് ഒരു മനസ്സിലാവുള്ളൂ. എൻ്റെ ഒരു കുറച്ചൊരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ചെറുതിലേ തന്നെ ആധ്യാത്മികമായിട്ട് നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ വന്നത്. എൻ്റെ അമ്മ ഒരുപാട് വ്രതമൊക്കെ നോക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടായിരിക്കണം എനിക്ക് കുറച്ചൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം കിട്ടിയത്. ഷഷ്ടി വ്രതമൊന്നും ഒന്നുപോലും അമ്മ മുടക്കില്ല. അപ്പം അമ്മ ഇല്ല, ഞാൻ അമ്മയെ ഓർമ്മിക്കുന്നു, നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു. ഇതില് എനിക്ക് ഒരു ഷിർഡി ബാബയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കേൾക്കാൻ പറ്റുന്നില്ലല്ലോ മാഷെ. ഉണ്ട്. കാരണം ഞാൻ ചെറുതില് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശ്രീബാബ ഒരു എന്റെ ഒരു മാമൻ ഒരു കലണ്ടർ കൊടുക്കുന്നത് ശ്രീബാബയുടെ അപ്പൊ അങ്ങനെ എനിക്ക് കേൾക്കാമോ? ഞാന് പുട്ടപുറത്തി സംസാരിക്കുന്നത്. അപ്പൊ റേഞ്ച് ഒന്നും അറിയില്ല, വൈഫൈ ഒന്നും ഇല്ലല്ലോ, ഈ ഫോണിന്റെ ഇതിൽ കൂടെ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഞാന് ഷിർഡി ബാബ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എത്ര പ്രധാനമായോ. ഷിർഡി ബാബ ജീവിച്ചിരുന്ന കാലത്ത് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഭഗവാനായിട്ട് ഉണ്ടായി കാണുന്നത്, അല്ലെങ്കിൽ എന്താ അട്രാക്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് ഷിർഡി ബാബയുടെ ബുക്ക് ഞാൻ ആദ്യമായിട്ട് ഒരെണ്ണം ഒരു ചെറിയ ബുക്കാണ് വായിക്കുന്നത്. അപ്പൊ അത് വളരെ കാലത്തിന് ശേഷമാണ് എനിക്ക് തോന്നി ഷിർഡിയിൽ പോകണമെന്ന്. എന്തോ ഒരാഴ്ചക്ക് എനിക്ക് ഷിർഡി പോകാൻ വേണ്ടി. ഓക്കെ. അപ്പൊ ഷിർഡിയിൽ പോകാനും 3 നൈറ്റ് ആ ബുക്കിലുണ്ട്. ഷിർഡി ബാബ ശിവന്റെ അവതാരമാണെന്നും ശിവസന്നിധിയിൽ 3 ദിവസം താമസിക്കുന്നത് നല്ലതാണെന്നും. അപ്പൊ അങ്ങനെ ഷിർഡിയിൽ 3 നൈറ്റ് താമസിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇതിന്റെ ബാബയുടെ സന്നിധിയിൽ തന്നെ അവിടെ ഇരുന്നിട്ട് സായി സച്ചരിതം മുഴുവൻ എനിക്ക് വായിച്ചു തീർക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇനി എന്റെ ചെറുപ്പത്തിൽ എനിക്ക് എന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ കാരണം, ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്റെ വീട് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ അടുത്തായിരുന്നു എന്നുള്ളൊരു ഘടകമാണ്. അതൊക്കെ ഒരുപക്ഷെ ഈ ബർത്തിന്റെ ഭാഗമായിരിക്കും. എന്റെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന് മുമ്പ് കൂടെ വേണം എന്റെ വീട്ടിലേക്ക് വരാൻ. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് എന്റെ അച്ഛന്റെ കുടുംബ വീട്. അപ്പോ അവിടെ എന്റെ അയൽവാസിയായിട്ട് ഒരു ജയശങ്കർ, പിന്നെ അയാള് കെമിസ്ട്രി ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹെഡൊക്കെ ആയിരുന്നു. ഞാനും ജയശങ്കർ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ജയശങ്കറിന്റെ വീട്ടുകാരെ ഒരു തിരുവല്ലക്കാരാണ്, വാടകയ്ക്ക് താമസിക്കുകയാണ് ഞങ്ങളുടെ ഒരു വീട്ടില്. അങ്ങനെയാണ് ഞങ്ങൾ അടുക്കുന്നത്. അവര് ശ്രീരാമകൃഷ്ണ ഭക്തരായിരുന്നു. അപ്പൊ എല്ലാ ഞായറാഴ്ചയും ഭാഗവതം ക്ലാസ് ഉണ്ട് അവിടെ. ശ്രീകൃഷ്ണന്റെ ലീലകളൊക്കെ വർണ്ണിക്കുന്ന ക്ലാസ് ഒരു 11 മണിക്ക്. അപ്പൊ കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ ജയശങ്കർ പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടും. പക്ഷെ ഞാൻ പോണത് ഭാഗവതം കേൾക്കണതിനേക്കാളും എന്റെ കണ്ണു മുഴുവൻ അത് കഴിഞ്ഞ് കിട്ടുന്ന നെയ്പായസത്തിലാണ്. നല്ല വാഴയില കീറില് നെയ്പായസം തരും. അപ്പൊ അതിനായിരുന്നു അന്ന് ശ്രദ്ധ. പിന്നെ ബാലവികാസ് ഗുരുവായപ്പോ എനിക്ക് മനസ്സിലായി കുട്ടികൾക്ക് എന്തുമാത്രമാണ് പ്രസാദ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. എന്റെ ജീവിതം വെച്ച് തന്നെ എനിക്ക് മനസ്സിലാക്കിയിരുന്നത്. അത് കാരണം ഞാൻ കുട്ടികൾക്ക് നല്ല സ്വീറ്റ് ഒക്കെ ദിവസവും വാങ്ങിക്കൊണ്ട് കൊടുക്കുമായിരുന്നു പ്രസാദമായിട്ട്. ഞാൻ പിന്നെ ബാലവികാസ് തുടങ്ങിയപ്പോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ബാല്യകാലം. പിന്നെ എനിക്ക് ഒരു ആധ്യാത്മികമായിട്ടൊരു താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നുള്ളൊരു തെളിവ്, ഞാൻ കളിക്കുന്നതൊക്കെ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. എൻ്റെ കസിൻ താമസിക്കുന്നുണ്ടെന്ന് അവിടെ ഷോക്കേസ് ഇരുന്ന ഒരു സുബ്രഹ്മണ്യനെയൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളൊരു അമ്പലമൊക്കെ കെട്ടി, ഈ വിഷുവിൻ്റെയൊക്കെ ദീപാവലിക്ക് ഇടുന്ന പടക്കമൊക്കെ ശേഖരിച്ച് വെച്ച് അമ്പലത്തിൽ വെടിയൊക്കെ പൊട്ടിക്കുമായിരുന്നു. അങ്ങനെ എന്തോ ഒരു താല്പര്യം എനിക്ക് ആധ്യാത്മികമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ കാലം ഇതൊക്കെ ടച്ചൊക്കെ വിട്ടുപോയി. എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കയറി. പിന്നെ എനിക്കത് തിരിച്ചു വരുന്നത് കുറെ കാലത്തിന് ശേഷം. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന സമയത്താണ്. ആ സമയത്താണ് അപ്പൊ എനിക്ക് ഒരു ബുക്ക് കിട്ടി, ശാരദാദേവിയുടെ ദ സ്പീക്ക് ശാരദാദേവി എന്ന് പറഞ്ഞിട്ട്, മാതൃവാണി എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു ചെറിയ ബുക്കാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തിന് തട്ടി, അമ്മയുടെ വാക്കുകൾ. അപ്പൊ പിന്നെയും ഞാൻ രാമകൃഷ്ണ ആശ്രമത്തിൽ പോകാൻ തുടങ്ങി. പക്ഷെ ഇപ്പോ ചെറുതിലേ പോയ ഞാനല്ല, കുറെ കൂടെ പക്വത വന്നിട്ടുള്ള ഞാനാണ്. അപ്പൊ വിവേകാനന്ദ സാഹിത്യമായിട്ടൊക്കെ അവിടെ വെച്ചാണ് ഞാൻ കൂടുതൽ അടുക്കുന്നത്. വിവേകാനന്ദ സാഹിത്യം വായിച്ച ആർക്കും സ്പിരിച്വൽ ആവാതിരിക്കാൻ പറ്റില്ല, അത്ര ഫയറാണത്. അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കാൻ വന്നു. പിന്നെ കുറെ സന്യാസിമാരുമായിട്ടൊക്കെ ഇടവന്നു. അവരുമായിട്ടൊക്കെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും പോകാനൊക്കെ ഇടവന്നു. കേദാർ, ബദ്രിയൊക്കെ ഏകദേശം ആ പീരീഡിലാണ് ഞാൻ പോയത്. അമർനാഥ് വരെ പോയി, പല രാമകൃഷ്ണാശ്രമങ്ങളും സന്ദർശിച്ചു. അങ്ങനെ ആധ്യാത്മികത റിയലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന 100-100-ലധികം സന്യാസിമാരുമായിട്ട് എനിക്ക് ഇടപഴകാൻ കിട്ടി. അപ്പോഴൊക്കെ പക്ഷെ ഞാൻ സത്യസായി ബാബയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. സത്യസായി ബാബയുടെ ഒക്കെ ഞാൻ മലയാള നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്വാമിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വരുന്നതും കഥ വരുന്നതും കോവൂര് വെല്ലുവിളിച്ചതും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഒന്നും തോന്നിയിരുന്നില്ല. കാരണം മിറക്കിള് കാണിക്കുന്നതിനടുത്ത് പോകരുതെന്ന് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 25-26 വയസ്സായപ്പോഴാണ് എനിക്ക് സ്വാമിയായിട്ട് എൻ്റെ ജീവിതം കണക്റ്റഡ് ആവുന്നത്. ആ കണക്ഷൻ വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു അനിൽ എന്ന് പറഞ്ഞൊരു എൻ്റെ ഫ്രണ്ട്
കുറെ കാലത്തിന് ശേഷം കണ്ടപ്പോൾ അയാളൊരു സ്വാമിയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, മൈ ബാബ ഡൈ, ജോൺ ഹെസ് ഇസ്ലോപ്പിന്റെ. അയാൾ എനിക്കത് വായിക്കാൻ തന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കാൻ തുടങ്ങിയതും ഞാൻ കരയാൻ തുടങ്ങി. എന്തിനാണ് ഞാൻ കരയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ ഇങ്ങനെ കണ്ണീരിങ്ങനെ വരാൻ തുടങ്ങി കണ്ണീന്ന്, ബുക്കൊക്കെ നനഞ്ഞ്. അപ്പൊ എനിക്ക് അത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ആ ബുക്ക്. എനിക്ക് ഇദ്ദേഹം ദൈവം തന്നെയാണ്, തീർച്ചയായിട്ടും പോയി കാണണം, ദൈവ മനുഷ്യബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ കാണണമല്ലോ. അങ്ങനെ ഞാൻ ശക്രാനന്ദ എന്ന് പറഞ്ഞൊരു സ്വാമിയായിരുന്നു രാമകൃഷ്ണ മിഷന്റെ അന്നത്തെ പ്രസിഡന്റ്. അദ്ദേഹം ഇല്ല, സമാധിയായി. അദ്ദേഹത്തോട് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാമകൃഷ്ണ മിഷനിൽ നിന്നൊക്കെ ഇനിഷ്യേഷനൊക്കെ എടുത്ത് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളല്ലേ, ഇനി എന്തിനാണ് പുതിയൊരു ഗുരു, ഇത് പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഗുരുവൊക്കെ ഇത് മതി, പക്ഷെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഭഗവാനെ കാണാൻ പോകുന്നത്. അത് കൊടൈക്കനാലില് ഭഗവാൻ 1992 ഏപ്രിലില് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനന്ദകുമാർ, ഇന്നത്തെ നമ്മുടെ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ ചെയർമാനാണ് ആനന്ദകുമാർ. എൻ്റെ വീട്ടിന്റെ അടുത്താണ്. അയാളുടെ വീട്ടിലൊരു 13 ദിവസത്തെ സായി ഗായത്രി യജ്ഞം നടക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ബോർഡ് കണ്ടിട്ട് അവിടെ പോയി അവിടുന്ന് ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പൊ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്, ഞാൻ അതിനൊക്കെ പിന്നെ എപ്പോഴെങ്കിലും സമയത്ത് വരിക്കാം. അപ്പൊ ഞാൻ കൊടൈക്കനാലിൽ ചെല്ലുന്നത് 13 ഏപ്രിൽ 1992 ആണ്. ഉഗാദി ദിവസമാണ്, പിറ്റേ ദിവസം വിഷു. അന്ന് സ്വാമിയെ കാണാനായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ദർശനത്തിന് രാവിലെ സ്വാമിയുടെ പ്രഭാഷണവും ഭജനയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്വാമിയുടെ റെസിഡൻസിനടുത്ത് തന്നെ സ്വാമി കുട്ടികളോട് സംസാരിക്കുന്നിടത്തായിരുന്നു എനിക്കിരിക്കാൻ അവസരം കിട്ടിയത്. അപ്പൊ സ്വാമി താഴെ ദർശനമൊക്കെ കൊടുത്തിട്ട് മുകളിലേക്ക് വരുന്നു. സ്വാമി വരുന്ന കണ്ടപ്പോൾ എന്റെ ഹൃദയം വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. കാരണം ഒരു കുറ്റം ചെയ്യുകയാണോ എന്നൊരു കുറ്റബോധം. അതായത് ഞാൻ രാമകൃഷ്ണ മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ പോവരുതെന്ന് പറഞ്ഞ ഒരാളടുത്താണോ ഞാൻ പോയിരിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സംശയം വരുമല്ലോ. അവിടെയാണ് എനിക്ക് മനസ്സിലായത്, സ്വാമിക്ക് നമ്മളെ നന്നായിട്ട് അറിയാന്നുള്ളതിന്റെ തെളിവ് സ്വാമി ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് അവിടെയാണ്. എന്റെ തൊട്ടിപ്പുറത്ത് ഫിലിപ്പ് പ്രസാദ് ഇരിക്കുന്നുണ്ട്. ഫിലിപ്പ് പ്രസാദ് എനിക്ക് അറിയാം, കാരണം പല സായി ബുക്ക് ഞാൻ അയാളെ സ്റ്റാളിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, വഞ്ചിയൂര്. അപ്പോ സ്വാമി എന്റെ അടുത്തൊരു 3-4 അടി അകലെ എത്തിയപ്പോ ഞാൻ വല്ലാതെ ടെൻസ്ഡാണ്. കാരണം ഞാൻ തെറ്റല്ലേ ചെയ്യണത് ഈ ഒരു ചിന്ത എന്റെ ഉള്ളിലുണ്ട്. അത് ജെന്യുവിനായിട്ടുള്ള ഒരു സംശയമാണ്. പക്ഷെ സ്വാമി എന്റെ ഒരു 3-4 അടി അകലെത്തിയപ്പോ ഭജന പാടിക്കൊണ്ടിരിക്കുമല്ലോ, ആ ഭജന മാറിയിട്ട് വേറൊരു ഭജന വന്നു. ആ ഭജനയുടെ വരികൾ തുടങ്ങണ ഇങ്ങനെയാണ്, രാമകൃഷ്ണ പ്രഭുത്തു സായിരാം. അതാണ്. എനിക്ക് ഇതുപോലൊരു സന്തോഷമില്ല. കാരണം ഭഗവാൻ തന്നെയാണ് ശ്രീരാമകൃഷ്ണനെന്ന് ആണല്ലോ അതിന്റെ അർത്ഥം ആ ഭജനയുടെ. അപ്പൊ അതാണ് നമുക്ക് എപ്പോഴാണോ ജെനുവിനായിട്ട് സംശയമുള്ളത്, സ്വാമി അതിന് മറുപടി തന്നിരിക്കുമെന്ന് ആദ്യത്തെ ദർശനത്തിന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഭഗവാൻ, അപ്പൊ എനിക്ക് പിന്നെ സമാധാനമായി. ഞാൻ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഇത് എനിക്ക് വേണ്ടിയാണെന്ന്. എന്നെ പരിചയമുള്ളവരൊന്നുമല്ല, അപ്പുറം ഇപ്പുറം ഇരിക്കണ ഫിലിപ്പ് മാത്രമേ അറിയാന്നുള്ളൂ. എന്നാലും ഞാനിങ്ങനെ പറയുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് സ്വാമി ഞാൻ വാങ്ങി വെച്ചിരുന്ന ഒരു ചെറിയ 2 ഫോട്ടോയും അമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ലോക്കറ്റ് വാങ്ങിയിരുന്നു, ഷിർഡി ബാബയുടെ സത്യസായി ബാബയുടെ. അതുമൊക്കെ അടങ്ങുന്ന ബ്രൗൺ പേപ്പർ പാക്കറ്റ് തൊട്ടിട്ട് സ്വാമി അങ്ങ് നടന്നുപോയി. സ്വാമി പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത്, അയ്യോ സ്വാമിയെ നമസ്കരിച്ചില്ലല്ലോ. കാരണം എന്റെ രാമകൃഷ്ണ മിഷനിൽ ഏകദേശം ഒരു 6 വർഷമാണ് ഞാൻ ഇന്റൻസീവായിട്ട് രാമകൃഷ്ണ ആശ്രമത്തിനായിട്ട് ബന്ധം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് 92 ഭഗവാന്റെ അടുത്ത് വരുന്നത്. 86 to 92 ആണ് എന്റെ ഇന്റൻസീവായിട്ട് രാമകൃഷ്ണ മിഷനിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയം. അപ്പോ ഈ ചിന്ത വന്നപ്പോഴത്തേക്കും സ്വാമി നോക്കിയപ്പോ തിരിച്ചു നടന്നു വരികയാണ്. അതൊരു റെയിലിംഗ് ഉണ്ട് അവിടെ. ആ റെയിലിംഗ് പിടിച്ചുകൊണ്ട് സ്വാമി അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. ദർശനത്തിന് ഉള്ള ആൾക്കാർ താഴെ ഇരിക്കുകയാണ്. കൊടൈക്കനാലിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, കെട്ടിടം മുകളിലും ദർശനം താഴെയാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ സ്വാമി ദർശനം കൊടുത്തു കഴിഞ്ഞല്ലോ, സ്വാമി വെറുതെ കൈ പുറകെ കെട്ടിയിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു 3-4 അടി വ്യത്യാസമുണ്ട് ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന്. സ്വാമി അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് നിയമം വല്ലതും അറിയോ? എന്റെ ആദ്യത്തെ സത്യസായി ദർശനമാണ്. ഞാൻ എണീറ്റ് കൂളായിട്ട്, ഇന്നെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, നടന്നു ചെന്ന് സ്വാമിയെ നമസ്കരിച്ചിട്ട് തിരിച്ചു വന്ന് എന്റെ ഇരിക്കുന്നിടത്തായിരുന്നു. സ്വാമി ഒന്നും പറഞ്ഞില്ല, ആരും എന്നെ തടഞ്ഞുമില്ല. എന്തായാലും എനിക്ക് അങ്ങനെ ഭഗവാനെ നമസ്കരിക്കാൻ പറ്റി. അതിനുശേഷം പിന്നെ ഞാൻ പുട്ടപർത്തിയിലേക്ക് ഓടി പോകും. ഒരു വർഷം 3-4 പ്രാവശ്യം പോകും. സ്വാമി കൊടൈക്കനാലിൽ വരുമ്പോൾ പോവും, പുട്ടപർത്തി പോയി കാണും. അങ്ങനെ ശരിക്ക് ഒരു ക്രൈസ് ആയതുപോലെ തന്നെ ഞാൻ സ്വാമിയുടെ വർക്കിലൊക്കെ ഇൻവോൾവ് ആയി. അപ്പോഴെനിക്ക് ബാലവികാസ് എടുക്കാൻ ഒരു അവസരം വന്നു. നിർമ്മല വീഡിയോ ഓഫ് ചെയ്യൂ.
സായിരാം. നിർമ്മല മാം വീഡിയോ ഒന്ന് ഓഫ് ചെയ്യോ? സായിരാം, താങ്ക് യു. അപ്പോ ഈ എനിക്ക് ബാലവികാസ് എടുക്കാനുള്ള അവസരം അങ്ങനെയാണ് വരുന്നത്. സ്വാമിയെ പരിചയപ്പെട്ട് ഏകദേശം 1 വർഷമൊക്കെ കഴിയുമ്പോഴാണ്. അത് ആനന്ദകുമാറാണ് എനിക്ക് അവസരം തന്നത്. അത് കുറച്ച് ദൂരമുള്ളൊരു സ്ഥലമാണ്. എൻ്റെ വീട് ശാസ്താമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആശ്രമമൊക്കെ അവിടെയാണ്, രാമകൃഷ്ണ മിഷന്റെ. അവിടുന്ന് നെടുമങ്ങാട് പോണ വഴിക്ക് കരകുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഫെഡറൽ ബാങ്കിൽ ഒരു വിമലേന്ദ്രൻ നായരുടെ വീട്ടില് ബാലവികാസ് ഉണ്ട്, സതീഷിന് പോകാൻ പറ്റുമോ എന്ന് ആനന്ദകുമാർ ചോദിച്ചു. എനിക്കൊരു വെസ്പ സ്കൂട്ടറൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സൺഡേസിൽ ഞാൻ ബാലവികാസ് എടുക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്താലും കുറച്ച് ആഴത്തിൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ 10-15 കുട്ടികളുണ്ട്, കൊച്ചു കുട്ടികൾ. പക്ഷേ അവർക്ക് ഇരുന്ന് ആ വീട്ടില് ആ മുറി എത്ര പോരാ. അപ്പൊ ഞാൻ ഉഷാറായിട്ട് അയാളടുത്ത് പറഞ്ഞു, നമുക്ക് സാറിന്റെ 10-25 സെന്റ് സ്ഥലമുണ്ട് അയാളുടെ വീട്, നമുക്ക് ഒരു ഷെഡ് കെട്ടാം, ഭജൻ ഷെഡ് കെട്ടാം. അങ്ങനെ എന്റെ നേതൃത്വത്തില് കുറച്ച് സിമെന്റും അത് ഇതൊക്കെ ആരെങ്കിലൊക്കെ കൊണ്ടൊക്കെ സ്പോൺസർ ചെയ്യിച്ച്, ഭദ്രൻ ചേട്ടനൊക്കെ അന്ന് എന്റെ ഫ്രണ്ടാണ്, ട്രിവാൻഡ്രത്ത് പ്രസിഡന്റ് ആയിരുന്നത്. പിന്നെ വട്ടപ്പാറ ഒരു ശശിയേട്ടൻ, ഇവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങളൊരു ഭജൻ ഷെഡൊക്കെ അവിടെ നിർമ്മിച്ചു. അവിടെ ഞാനിത് പറയാൻ കാരണം, എനിക്ക് അവിടെ വെച്ചൊരു ആധ്യാത്മികമായ ഒരു അനുഭവം ഉണ്ടാവാൻ അതാണ് കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം പലയിടത്തും ഞാൻ വിഭൂതി വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോ പൂജപ്പുര രാമലിംഗം പിള്ള എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടില് ഞാൻ ചെന്നിട്ട് ഒരു 6 അടി പൊക്കമുള്ള പടം മുഴുവൻ വിഭൂതി കണ്ടു, മുഖത്ത് മാത്രം വിഭൂതിയില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു സംശയം, ഇത് അയാൾ പോപ്പുലാരിറ്റിക്ക് വേണ്ടി വാരിയിട്ടതാണെങ്കിലോ? അദ്ദേഹത്തിന് പണം ആവശ്യമില്ല, നല്ല പണക്കാരനാണ്. അപ്പൊ പക്ഷെ പേര് പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലോ, ഞാൻ ഒരു ഭക്തനാണെന്ന് വരുത്തി തീർക്കാൻ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ വെച്ചാലും വിഭൂതി വരട്ടെ. അപ്പൊ ഞാൻ അന്ന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ്. ഞാന് എന്റെ മുറിയില് പൂജാമുറിയുണ്ട് വീട്ടില്, അല്ലാതെ എന്റെ മുറിയിൽ ഒരു ചെറിയ തടി സ്റ്റാൻഡ്, ശ്രീരാമകൃഷ്ണദേവൻ, ശാരദാദേവി, വിവേകാനന്ദ സ്വാമികള്, ഞാൻ മന്ത്രദീക്ഷ എടുത്ത ഗുരു, പിന്നെ ഷിർഡി സായിബാബ, സത്യസായിബാബ, ഇത്രയും ചെറിയ ചെറിയ പടങ്ങളാണ്. അത് വെച്ചിട്ട് ദിവസം വിളക്ക് കത്തിക്കാൻ തുടങ്ങി. പാലോ പഴോ എന്തെങ്കിലും, ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ അമ്മയോ ചട്ടം കെട്ടിയിട്ടുണ്ട് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിലെ ഷിർഡി സായിബാബ, സത്യസായിബാബ പടത്തിൽ വിഭൂതി അപ്പിയർ ചെയ്തു. അതോടെ എനിക്ക് വലിയ ഒരു തെളിവാണ് കിട്ടിയത്, ഭഗവാൻ സത്യസായി ബാബ വാസ് എ സ്പെഷ്യൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണെന്ന്. കാരണം രാമലിംഗം പിള്ള സാറിന്റെ വീട്ടിൽ വന്ന അതേ വിഭൂതിയുടെ മണവും ഒക്കെ തന്നെയാണ്. എന്തായാലും കുറച്ചേ വന്നിട്ടുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് അത് മതിയായിരുന്നു എന്റെ തെളിവിന്. അതോടെ സത്യസായി ബാബയുടെ ശക്തി വിശേഷം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ദൈവത്തോടൊരു തെളിവ് ചോദിച്ചു, ദൈവം തെളിവ് തന്നു. ഇനി എന്റെ ജോലിയാണ് ആ ദൈവം പറഞ്ഞനുസരിച്ച് ജീവിക്കേണ്ടത്. അങ്ങനെ ഞാൻ എന്റെ ഭക്തിയും അതുപോലെ തന്നെ ഡെഡിക്കേഷനും സ്വാമിയുള്ളത് ഒരുപാട് കൂട്ടാൻ ഈ വിഭൂതി തന്നു. വിഭൂതി എനിക്ക്, ഈ വിഭൂതിയുടെ പ്രസൻസ് എനിക്ക് ശക്തി തന്നു. അത് എന്റെ വിശ്വാസത്തെ നന്നായിട്ട് ഉറപ്പിച്ചു. വേറെ ഇപ്പൊ എന്റെ വീട്ടിലുള്ളവർ എന്നെ എല്ലാവരും വിശ്വസിക്കണമെന്നൊന്നുമില്ല, ഇവ എടുത്തിട്ടിട്ട് പറയാനാണെങ്കിലോ. പക്ഷെ എനിക്കറിയാം അത് ഒരു സെക്കൻഡ് കൊണ്ടാണ് വന്നത്. അത് എനിക്കുള്ള ഒരു വല്ലാത്ത ഒരു ആധ്യാത്മികമായിട്ട് മുന്നോട്ട് കുതിച്ചു പോകാനുള്ള ശക്തിയാണ് എനിക്ക് സ്വാമിയുടെ ആ അടയാളം തന്നത്. അതിനുശേഷം ഞാൻ വർക്കില് കുറെയൊക്കെ ഉഷാറായി. എനിക്ക് പിന്നെ ഞാൻ സ്വാമിയായിട്ട് എനിക്ക് ഇന്ററാക്ഷൻ വരുന്ന 2-3 അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സ്വാമിയായിട്ട് സംസാരിക്കാനോ സ്വാമിയുടെ ഒരു വാക്ക് കേൾക്കാനോ ഒക്കെ ഒരു അവസരം കിട്ടിയ 2 സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന്, എൻ്റെ റിസർച്ചിന്റെ വർക്ക് തീർന്നു. അന്ന് കമ്പ്യൂട്ടർ ഒന്നും ഇല്ല, ഇലക്ട്രോണിക് ടൈപ്പിംഗ് ഒക്കെയാണ്. അതൊക്കെ തീർത്തിട്ട് ഒരു ബ്രൗൺ പേപ്പർ കവറിൽ അതിന്റെ ഫൈനൽ എടുക്കുന്നതിന് മുമ്പ് സ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഇത്തിരി ഒരു ക്ലവറായി. എന്റെ ബാലവികാസിലെ കുട്ടികളെ കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പോയത്. അവിടെ ഒരു ബസ് പിടിച്ചിട്ട് പുട്ടപർത്തി പോയി. ഒരു 3-4 ദിവസം സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിലാണ് പോയത്, 3 ദിവസമെങ്കിലും താമസിക്കാനുള്ള. അന്ന് ട്രിവാൻഡ്രത്ത് അമ്പി ആന്റി ഒക്കെ ഉണ്ട് അവിടെ. അപ്പോ അവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയും. അപ്പോ അവിടെ ചെന്നിട്ട് എനിക്ക് വലിയ വിശ്വാസമായിരുന്നു സ്വാമി എന്നെ അനുഗ്രഹിക്കും, വിളിക്കുന്നൊക്കെ. പക്ഷെ ഭഗവാൻ എന്നെ തിരിഞ്ഞു നോക്കിട്ടില്ല. ഭയങ്കര ഷോക്കായി. കാരണം ഞാനീ കൊണ്ടുപോയ ഡ്രാഫ്റ്റ് തീസിസ് സ്വാമി അനുഗ്രഹിച്ചില്ലെങ്കിൽ അത് കിട്ടാതെ വരുമോ? എനിക്ക് ഭയങ്കര ടെൻഷനായി. അത് 3-ാമത്തെ ദിവസം ആയി, പിറ്റേ ദിവസം പോണം. സ്വാമി ഇട്ടു. അന്ന് 94-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് മണലാണ്, സൈക്കിളൊന്നും ഇല്ല. സ്വാമി ദർശനം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് ആളുകളെ കൊണ്ടുപോകും. അതിനുശേഷം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സ്വാമി പുറത്തു വരും. ആ സമയം ഭജനയൊക്കെ ആവും. ഭജന സമയത്ത് സ്വാമി പിന്നെയും ദർശനം തരും, 2 പ്രാവശ്യം ദർശനം തരും. അതൊക്കെയാണ് അന്നത്തെ പതിവ്.
അപ്പൊ ആദ്യം നമ്മൾ ടോക്കൺ എടുത്തൊക്കെ ഇരിക്കുമെങ്കിലും പിന്നെ അവർക്കൊക്കെ ദർശനം കിട്ടി കഴിയുമ്പോൾ അവർ എണീറ്റ് പോകും. അപ്പൊ പുറകെ ഇരിക്കണവർക്ക് മുന്നോട്ട് വന്നിരിക്കാൻ ഒരു ചാൻസ് ആണ്. പിന്നെ കുറെ പേര് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒക്കെ പോകും. അപ്പൊ മുമ്പോട്ട് നമുക്ക് പോകാൻ ചാൻസ് കിട്ടും. അപ്പൊ കുറച്ച് പുറകെ ഇരുന്ന് എനിക്ക് ലാസ്റ്റ് ഡേ കുറച്ച് പോകുന്നതിന്റെ തലേ ദിവസം കുറച്ച് മുമ്പോട്ടിരിക്കാൻ ചാൻസ് കിട്ടി. അപ്പൊ എന്റെ പ്രതീക്ഷ ഇനിയിപ്പോ സ്വാമി ആദ്യം വന്നപ്പോ നോക്കിയില്ല, രണ്ടാമത് വരുമ്പോഴെങ്കിലും അടുത്ത് വരുമായിരിക്കും. എനിക്ക് ആകെ ശരിക്ക് സ്വാമി വരണം എന്നുള്ള ആഗ്രഹം എന്റെ ഉള്ളിൽ വന്നു. കാരണം ടെൻഷനായി പോയി. ഇപ്പൊ അനുഗ്രഹിക്കാതെ കൊണ്ടുപോയാൽ ഇതിന്റെ അവാർഡ് ചെയ്തില്ലെങ്കിലോ ഞാൻ ഇത്രയും നാൾ ചെയ്ത വർക്ക് വെറുതെ ആയിപ്പോയില്ലേ. അപ്പോ സങ്കടവും ഒക്കെ ഉണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ സ്വാമി സ്വാമി വരണേ സ്വാമി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. സ്വാമി ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങി വന്നു, അതിനെയും തുടങ്ങി. പക്ഷേ സ്വാമി വന്നിട്ട് ഞാൻ ഇരിക്കുന്നിട ഒഴിവാക്കി പോകാൻ തുടങ്ങി. സ്വാമി അങ്ങനെയൊക്കെയാണല്ലോ. ഞാൻ ഒരൊറ്റ വിളി വിളിച്ച് സ്വാമി എന്ന്. സ്വാമി പെട്ടെന്ന് തിരിഞ്ഞ് മിന്നൽ വേഗത്തിൽ എന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ ഈ ബ്രൗൺ പേപ്പർ പാക്കറ്റ് പിടിച്ചോണ്ടിരിക്കുകയാണ്. സ്വാമി എന്റെ അടുത്ത് വന്നിട്ട് 3 പ്രാവശ്യം ഇനി തൊട്ടു, ബംഗാരു 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 എന്ന് പറഞ്ഞിട്ട് അതേപോലെ റോക്കറ്റ് സ്പീഡിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും എനിക്ക് ഇതുപോലൊരു സന്തോഷമില്ല. കാരണം ഇത് കിട്ടിയല്ലോ. അപ്പൊ ശശിസാർ എന്റെ അടുത്തിരിക്കുന്നുണ്ട്, വട്ടപ്പാറ ശശിസാറ്. അവർക്ക് സതീഷേ സ്വാമി ഇങ്ങനെ ബംഗാരു ബംഗാരു എന്ന് വിളിക്കുന്നതൊക്കെ വായിച്ചിട്ടുണ്ട്, ഇപ്പൊ എന്തായാലും കേൾക്കാനും പറ്റി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. അത് പിന്നെ അവാർഡ് ചെയ്തു. ഞാൻ ഡോക്ടർ സതീഷ് കുമാറായി. പിന്നെ ഇത് രണ്ടാമത് എനിക്ക് സ്വാമിയായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഇതുപോലെ വരുന്നത് അടുത്ത വർഷമാണ്. അത് ഒരു ഈ ജീസസിന്റെ റിസറക്ഷൻ ഡേ ആണ്. അന്ന് ഇതുപോലെ സ്വാമി വന്നപ്പോ ഞാൻ സ്വാമി ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു. സ്വാമി ഞാൻ കൊടുത്ത വായിക്കുകയും എന്റെ തലയിൽ കൈവയ്ക്കുകയും ചെയ്തു. യെസ് യെസ് എന്ന് പറഞ്ഞു. അത് ഈ 2 വാക്കേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ സ്വാമിയുടെ. അതിനുശേഷം ഞാൻ കരയാൻ തുടങ്ങി. ആദ്യം കണ്ടതുപോലെ തന്നെ സ്വാമി ഇങ്ങനെ കരയാണ്. കുറച്ച് കഴിഞ്ഞ് എന്റെ ഈ ഇമോഷൻസ് ഒക്കെ ഒന്ന് സെറ്റിൽ ആയപ്പോ സ്വാമി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ആയത്, അയ്യോ സ്വാമി ഞാൻ നമസ്കരിച്ചില്ലല്ലോ. എന്റെ അടുത്ത് നിൽക്കുകയല്ലേ. ഞാൻ നന്നായിട്ട് നമസ്കരിച്ചു. എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് പിന്നെ അതുപോലൊരു അവസരം കിട്ടിയിട്ടേ ഇല്ല. ഭഗവാനെ ശരിക്കും ഞാൻ തടവി ഒരു 2 മിനിറ്റ് ഞാൻ ആ പാദം തടവി, റോസാപ്പൂ മാതിരിയുണ്ട്. എന്നിട്ട് സ്വാമി പോയി കഴിഞ്ഞപ്പോഴേക്കും എന്റെ 2 കൈയും ഈ മരവിച്ച് നമ്പായതുപോലെയായി. അപ്പൊ ആ സ്വാമിയുടെ ഓർഡിനറി ബോഡി അല്ല എന്നുള്ളത് എനിക്ക് തെളിഞ്ഞ ഒരു സന്ദർഭമാണ്. എന്നിട്ട് സ്വാമി പോയി. അതിനൊക്കെ ശേഷം ഒരുപാട് പറയാനുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ ജോലി കിട്ടുന്നതൊക്കെ തന്നെ സ്വാമിയുടെ കൈയുണ്ട് അതിലെ. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഒരു ക്രിസ്ത്യൻ എയ്ഡഡ് കോളേജാണ് എനിക്ക് കാസർഗോഡ് ജോലി കിട്ടിയത്. ഞാൻ സെക്രട്ടേറിയറ്റിൽ അന്ന് ജോലി ചെയ്യാണ്. 4 വർഷം ആയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ. അപ്പോഴാണ് ഈ അവാർഡ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ജോലി കിട്ടിയത്. അപ്പോ ഈ പിന്നെ ആ മാനേജ്മെന്റ് പറഞ്ഞു അത് പുതിയ തുടങ്ങിയ കോളേജാണ്, അതിന് തുടക്കം തൊട്ടേ എനിക്ക് ഇടപെടാൻ പറ്റിയ കോളേജില്. വാസില് നിങ്ങളല്ല, വേറൊരു ഏതോ സ്ഥലത്തുള്ള ഒരു കമ്മ്യൂണിറ്റി പെട്ട ഒരു ലെക്ചറാണ് എടുത്തു. ഇവര് പൈസ ഇല്ലാത്ത മാനേജ്മെന്റ് ആണിത്, പൈസയൊന്നും വാങ്ങില്ല. ഞാൻ ഒരു പൈസയും കൊടുത്തിട്ടല്ല എനിക്ക് ആ ജോലി കിട്ടിയത്. അപ്പോ UGC സ്കെയിലൊക്കെയാണ്. അപ്പോൾ ഈ കോളേജ് വേറൊരാളെ ബിഷപ്പ് പറഞ്ഞു വെച്ചിരുന്നതാണ്. അയാൾ ഓൾറെഡി തൃശ്ശൂർ ഒരു കോളേജ് ലെക്ചറാണ്. അപ്പൊ അയാളെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. പക്ഷേ അയാളടുത്ത് ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും അയാൾ തൊണ്ടവേദന എന്നോ മറ്റോ പറഞ്ഞു. ആ മാനേജർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുട്ടികളുടെ മുമ്പ് സംസാരിക്കാത്തവരെ എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എനിക്ക് ഫസ്റ്റ് റാങ്ക് തന്നു. അങ്ങനെയാണ് എനിക്ക് ആ ജോലി കിട്ടുന്നത്. അത് അയാളെ നാക്കില് സരസ്വതി ദേവി തെറ്റിക്കാൻ കാരണം അയാൾക്ക് എന്തുകൊണ്ടെന്ന് പറയാൻ തോന്നി. അയാൾ ഓൾറെഡി ഈസ് എ ടീച്ചർ അല്ലേ. അപ്പൊ അത് സ്വാമിയുടെ കളി. എന്നെ സ്വാമി കാസർഗോഡ് കൊണ്ടുവന്നാണെന്ന് എന്നെ വിശ്വസിക്കുന്നു എന്റെ വർക്കിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ കാസർഗോഡ് പർവ്വം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കാസർഗോഡ് വന്ന് ഞാൻ അന്വേഷിച്ചു സത്യസായി സേവാ സമിതി എവിടെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ പ്രഭാര സാറിന്റെ അച്ഛനായ കുഞ്ഞിരാമേട്ടനെ പരിചയപ്പെട്ടു. സമിതിയിൽ ആദ്യമായിട്ട് പോയി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സമിതിയിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലി പുട്ടപ്പുറത്തിൽ നിന്ന് ആരോ വന്നപ്പോഴേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ചെയ്തു. അതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന ജോലി. പിന്നെ ബാലവികാസായി. ആ ബാലവികാസിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചാൾ ഗുരുവായിരുന്നു. പിന്നെ 2024 കാസർഗോഡ് ജില്ല, അന്ന് ലക്ഷ്മണ മാഷാണ് പ്രസിഡന്റ്, ഇത് പ്രത്യേക ജില്ലയായി വന്നപ്പോൾ, കണ്ണൂരിന്റെ ഭാഗമായിരുന്നത് പ്രത്യേക ജില്ലയായി വന്നപ്പോൾ എനിക്ക് അവസരമായി. അവിടെ എനിക്ക് എഡ്യൂക്കേഷണൽ കോർഡിനേറ്ററായിട്ട് കിട്ടി. 20 വർഷത്തോളം ഞാൻ ആ ജോലി നോക്കി. അതിനുശേഷം പിന്നെ 2020 ആയപ്പോഴത്തേക്കും ഞാൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റായി. ഇതാണ് സത്യസായി ഇതുമായിട്ടുള്ള. പിന്നെ കുറെ അനുഭവങ്ങൾ പറയാനുണ്ട്. എല്ലാത്തിലും പറയാനുള്ള സമയ പരിമിതി ഉണ്ട്. എന്നാലും 1-2 പറയാം. സ്വാമി പറഞ്ഞ് നമ്മൾ എപ്പോഴും അനുസരിക്കണം എന്നുള്ളതും സ്വാമിയുടെ കൃപ നമ്മൾ ചോദിക്കാതെ തന്നെ വരുന്നുള്ളതും.
എനിക്ക് ഞാനൊരു ഒരു EHV ക്ലാസ് എടുക്കാനായിട്ട് ഒരു 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് എല്ലാ മാസവും ഒരു ദിവസം എനിക്കൊരു ക്ലാസ് എടുക്കാറുണ്ട് ഒരു ഫാർമസി കോളേജിൽ. ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റിട്ടയർ ഒക്കെ ചെയ്ത ശേഷം സംഭവിച്ചാണിത്. ഇതിന് 2-3 കൊല്ലം മുമ്പ്. അപ്പൊ ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ 12-12:30 എന്നിട്ട് ഞാൻ ഒരിടത്ത് നിന്ന് ഊണ് കഴിച്ചിട്ട് ഞാനും ഇപ്പോഴത്തെ EHV കോർഡിനേറ്റർ പത്മനാഭൻ സാറും ഉണ്ട്. ഞങ്ങള് അപ്പൊ ഇപ്പൊ വയസ്സായി വന്നുകൊണ്ട് ഉറക്കം വരും ഉച്ചയാവുമ്പോ. എനിക്ക് തോന്നുന്നു എന്റെ കണ്ണെപ്പോഴും അടഞ്ഞു പോയെന്ന് തോന്നും. പപ്പമാഷെ ഇറക്കി വിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ കാർ ആക്സിഡന്റിൽ പെട്ടു. അത് ഈ റോഡ് വർക്ക് കിടക്കായിരുന്നു. അതിന്റെ ഒരു കുഴി പോയി വീഴാതെ, കുഴി തൊട്ടടുത്ത് കുഴിയായിരുന്നു, അതിൽ പോയി വീഴാതെ കോൺക്രീറ്റ് സ്ലാബ് അവരിങ്ങനെ വെക്കുമല്ലോ, ചെറുപ്പായിട്ട് വെക്കുമല്ലോ, അതിൽ പോയി ഇടിച്ച് എന്റെ സ്വിഫ്റ്റ് കാറായിരുന്നു. 10-12 കൊല്ലം ആയ കാറാണ്. അത് ഫുള്ള് എന്റെ ഡാമേജ് ആയി. പക്ഷെ എനിക്കൊരു ചെറിയ ഒരു സൂചി കൊണ്ടുള്ള മുറി പോലും എനിക്ക് പറ്റിയില്ല. കാർ ഫുള്ള് പോയി. അതിന്റെ ഇൻഷുറൻസുകാർ പറഞ്ഞു അതിന് നന്നാക്കാൻ നോക്കില്ല എന്ന് പറഞ്ഞ് അവര് ലേലം ചെയ്ത് വിൽക്കുകയായിരുന്നു. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്കൊരു ചെറിയ ഇതുപോലും പറ്റിയില്ല. പക്ഷെ ഇതിന് ശേഷം 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശാന്തി സർവീസിന് പോകാനുള്ള സമയം, ഞാൻ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴിതുപോലെ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അത് എൻ്റെ തന്നെ അനാവശ്യമായിരുന്നു. കാരണം എനിക്ക് ചെറിയ അസുഖം വന്നപ്പോൾ ഞാൻ പോകാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഞാൻ അടുത്ത തവണ വരാം സർവീസിന്. കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ വന്നിട്ട് എനിക്ക് കുറച്ച് ആസ്മയൊക്കെ കൂടി, അതുകൊണ്ട് ആശുപത്രിയിലൊക്കെ കിടക്കേണ്ടി വന്നു. ഇത്തവണ കോൾഡ് പിടിച്ചു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം ഇവരെല്ലാം എന്റെ ടീമെല്ലാം പോവുകയും ചെയ്തു. പിറ്റേ ദിവസം എനിക്കൊരു കാർ ആക്സിഡന്റ് ഉണ്ടായി. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരാൾക്ക് സീരിയസ് ആയിട്ട് പരിക്കൊക്കെ പറ്റിയ ഒരു സന്ദർഭമായിരുന്നു അത്. ഇന്ന് ഞാനൊരു പാഠം പഠിച്ചു. സ്വാമി പറഞ്ഞതനുസരിച്ച് ഞാൻ പുട്ടപ്പുറത്തിയിലായിരുന്നെങ്കിൽ ആ ആക്സിഡന്റ് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. ശരിയല്ലേ? സ്വാമിയുടെ കൈതട്ടി ഞാൻ ഓടിയതാണ്. അപ്പോ ഈ 2 ആക്സിഡന്റ് എനിക്ക് 2 പാഠങ്ങളാണ് തന്നത്. ഒന്ന്, നീ എന്നെ ചിന്തിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കുന്നുള്ളതും. മറ്റത്, ഞാനൊരു ജോലി ഏൽപ്പിച്ചാൽ നീ ആ ജോലി കൃത്യം ചെയ്തിരിക്കണം. അപ്പോ ഇതൊക്കെയാണ് ഒരുപാട് സായി അനുഭവങ്ങൾ എനിക്ക് ഉള്ളത്. പിന്നെ വർക്കിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ പിന്നൊരു സന്ദർഭത്തിൽ വത്സലാമ്മയെ പരിചയപ്പെട്ട ഒരു സ്വാമിയുടെ നിമിത്തമാണ്. സ്വാമി പറയും, നീ അവൈലബിൾ ആയാൽ മതി, എനിക്ക് നീ ഏബിളൊന്നും ആവണ്ട, കാര്യം നടത്തിക്കോളാം. അങ്ങനെ എനിക്ക് ഒരുപാട് പേരെ എൻ്റെ ഇത് സ്വാമി പരിചയപ്പെടുത്തി തരികയും അവർ കാസർഗോഡ് വർക്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇൻവോൾവ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാമി പറഞ്ഞ കറക്റ്റ് അല്ലേ? എന്റെ വർക്കിന് നീ ഇറങ്ങിയാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. വത്സലാം മാം എത്ര ക്വാളിറ്റിയോടെയാണ് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. 4-5 ബുക്കുകൾ മാമിൻ്റെ അത് അവിടെ ഇപ്പോൾ പ്രിന്റായി വരും. അതിലും ഞാൻ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ബാലവികാസ് ക്ലാസ്സുകൾ ഓൺലൈനിൽ ഒരു 10-120ഓളം ക്ലാസ്സുകൾ ഓൾറെഡി ഡൺ. അതുകൊണ്ട് പിന്നെ അന്തർശൗചയജ്ഞം മറ്റൊരു മിറാക്കിളാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വാമി നമ്മളെ കൊണ്ട് ഇന്ന് 2 ദിവസം മുമ്പുള്ള ഇവിടെ ഒരു പ്രഭാഷണത്തിൽ ആരോ പറഞ്ഞു, പല പല ഡോട്ട്സ് ആണ്. സ്വാമി ആ ഡോട്ടുകൾ കണക്ട് ചെയ്യിക്കും. നമ്മളൊക്കെയാണ് ഈ ഡോട്ട്സ്. അതിന് സ്വാമി കണക്ട് ചെയ്യിച്ച് ഭയങ്കര പെക്യുലർ രീതിയിലാണ് നമ്മളെ കണക്ട് ചെയ്യിച്ച് ഒന്നിപ്പിക്കുന്നത്. അത് ഭഗവാനെ പറ്റുള്ളൂ. അപ്പോ ഒരുപാട് സ്വാമിയുടെ വർക്ക് ഇങ്ങനെ ആളുകളെ കൂട്ടിമുട്ടിച്ചിട്ട് സ്വാമി ചെയ്യിക്കും. അപ്പൊ എന്തായാലും ഞാൻ ഇനിയും പറയാൻ ലക്ഷ്മണ മാഷുണ്ട്, മാമുണ്ട്. ചുരുക്കി പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഒരു സ്പിരിച്വൽ സൈഡ് ഡെവലപ്മെന്റ് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഇപ്പോൾ 62 വയസ്സായി ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ രത്നച്ചുരുക്കമാണ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഭഗവാൻ എപ്പോഴും എനിക്ക് ഞാൻ സ്വാമിയെ ഞാൻ ചിന്തിക്കാറുണ്ട്, കണക്റ്റഡ് ആവാറുണ്ട്. സ്വാമിയുടെ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആവുമല്ലോ. അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമുക്ക് അനുഭവങ്ങളുണ്ട്. പിന്നെ വത്സലാമാവിനെയൊക്കെ പോലുള്ളവർക്ക് വളരെ ടോപ്പായിട്ടുള്ള അനുഭവങ്ങളാണ്. അവരൊക്കെ കഴിഞ്ഞ ജന്മം അത്ര സാധന ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഭഗവാനായിട്ട് ഇത്ര അടുക്കുന്നത്. എന്തായാലും ഇപ്പൊ എനിക്ക് ഈ പുട്ടപ്പുറത്തിലാണ് ഞാൻ ഉള്ളത്. ഒരു DPക്കോ മുറിയോ ഒന്നും കൊടുക്കാനില്ല ഇവിടെ. ഞാൻ കരുതി ഡെലിഗേറ്റ് ആയിട്ട് വിളിച്ചോണ്ട് മുറി കിട്ടുന്നതാണ്. ഇവിടെ വന്നപ്പോൾ മുറിയൊന്നുമില്ല. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് W6 എന്ന് പറഞ്ഞ ഇതിന്റെ അകത്ത് നമ്മുടെ മനോജ് മാധവൻ സാറിന്റെ കൂടെ റൂം കിട്ടി. അത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ആർക്കും ഇവിടെ റൂമൊന്നും കിട്ടിയിട്ടില്ല. അതെന്തോ ഭഗവാന്റെ വർക്ക് ചെയ്തുകൊണ്ട് ഭഗവാൻ കൃപ കാണിച്ചതാണ്. ഈ സമയത്ത് ഇവിടത്തിന്റെ അകത്ത് തന്നെ താമസിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പൈസ കൊടുത്താൽ പുറത്ത് പറ്റും. പക്ഷേ ഈ 70കളിൽ സ്വാമി കൊടുത്ത മുറിയാണ്. വളരെ അടുത്ത വെസ്റ്റേൺ ക്യാൻറ്റീനിന്റെ ഓപ്പോസിറ്റ്. എന്തായാലും എനിക്ക് നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നു. അങ്ങേറ്റം നന്ദിയുണ്ട്. എൻ്റെ ഒരു സാധകന്റെ യാത്ര അതാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. വേറെ ഭാഗങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇനിയൊരു സന്ദർഭത്തിൽ പറയാം. ഇതിന് എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും പൂർണ്ണമായും ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം
ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സായിരാം. സൈറാം. ലക്ഷ്മി മാഷേ, ഒരു 15 മിനിറ്റ് ഇതുവരെ പറയാത്തൊരു അനുഭവം, 2-3-4 അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ ഒരു അനുഭവം പറയാം. ഒരു 15 മിനിറ്റ്. വീഡിയോ ഓൺ ചെയ്യണേ. ലൈറ്റ് ഇല്ലല്ലോ. അതെ അതെ കുറച്ച് പൊങ്ങിയിരിക്കണം, 15 മിനിറ്റ് കുറച്ച് ഞാൻ പൊങ്ങിയിരിക്കണം. പറയുന്നുള്ളൂ. ഫോൺ കുറച്ച് സതീശൻ പൊക്കി മാഷ് വെക്കണം. 30 മിനിറ്റ് കുറച്ചും കൂടെ മുഖമില്ല. എടുത്തു. ശരി ശരി. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നു. മാഷ് പറഞ്ഞോളൂ. സായിരാം. വീഡിയോ ഓണായി. ഞാൻ വീഡിയോ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ, അവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ കണ്ടല്ലോ, ഇനി അണച്ചിട്ട് പറഞ്ഞോളൂ. ഉള്ളത് ഇപ്പോ അതാണ്, ചിലപ്പോ നെറ്റിന്റെ പ്രോബ്ലം വരും, അതുകൊണ്ട്. ഇപ്പോ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്, മാഷ് പറഞ്ഞോളൂ. ഓം ശ്രീ സായിരാം. സർവാന്തര്യാമിയായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ. മാഷെ വീഡിയോ ഓഫ് ചെയ്തോളൂ, എന്നാലേ ശരിക്കും കേൾക്കാൻ പറ്റുള്ളൂ. ഒരു വർഷത്തിന് മുമ്പ് വീഡിയോ ഓഫ് ചെയ്തോളൂ മാഷെ. തുടങ്ങിയ ഒരു വർഷം മുമ്പ് തുടങ്ങിയ അന്തർശൗര്യത്തിന്റെ ഒരു എപ്പിസോഡിന്റെ പരിസമാപ്തിയാണ് ഇന്ന്. അതിന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഡിവോട്ടീസിനും ഭഗവാന്റെ കൃപയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ വത്സലമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ 1975 ഇവിടെ ഭഗവാന്റെ 50-ാം പിറന്നാള് പങ്കെടുത്തു. സേവാഭാഗമായിട്ട് ഞാനും രാജമാളും 10-25 ദിവസം പങ്കെടുത്ത് ആ ഒരു അനുഭവം ഭഗവാന്റെ വലിയ മിറാക്കിളും പറഞ്ഞിരുന്നു. അത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. പക്ഷെ ആ സമയത്ത് ഭഗവാന്റെ കൂടെ ഒന്നിച്ച് നടക്കാമെന്നുള്ള ഭഗവാന്റെ കൂടെ നടക്കാൻ പറ്റിയെന്ന് കാരണം വെച്ചാൽ ആ സമയത്ത് S1 മാത്രമേ ബിൽഡിംഗ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈസ്റ്റ് പ്രശാന്തിയുടെ ഉദ്ഘാടനം 75-ാം പിറന്നാളിലാണ്. വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ടല്ലോ. ശരി മാഷെ പറഞ്ഞോളൂ. അപ്പൊ 75-ാം പറഞ്ഞോളൂ. പിറന്നാളിൽ ഓരോ മുറികളും സ്വാമി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കൂടെ സേവാദായിട്ട് നമുക്ക് പോകാനുള്ള ഭാഗ്യം, പരമഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ PB മാനാന്റെ മുറിയും പിന്നെ തലശ്ശേരിയുള്ളൊരു കമ്മത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ മുറിയൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഭഗവാന്റെ കൂടെ തന്നെ പോയിട്ട് പ്രസാദമൊക്കെ ഭഗവാൻ ഒന്ന് പ്രസാദമെല്ലാം തൊടും, പിന്നെ നമുക്ക് എടുത്ത് തരുകയും ചെയ്യും. അപ്പം അങ്ങനെ വലിയ ഒരു ഭാഗ്യം ഉണ്ടായ ഒരു സമയം. അന്നേരം ഈ 100-ാം പിറന്നാളിന് നമ്മൾ ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്ത് നമുക്ക് ഒരു 25-26 വയസ്സേ ഉള്ളൂ. പക്ഷെ ഇപ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ മാഷെ, അല്ലേ?
സതീഷ് മാഷെ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. എനിക്ക് കേട്ടേ കൂടാ. ലക്ഷ്മണ മാഷെ എന്തോ പ്രശ്നമുണ്ട്, മാറി ഒന്ന് ഇരുന്ന് നോക്കിയാലോ? അപ്പൊ നമുക്ക് പിന്നെ ചെയ്യാം അല്ലെ? പ്രസന്റേഷൻ ചെയ്തോട്ടെ മോളെ, സാറ് പ്രസന്റേഷൻ കേൾക്കുന്നുണ്ടോ? ചെയ്യും. അല്ല, കിട്ടുന്നില്ല, മാഷിന് ഒട്ടും സംസാരിക്കുന്ന വരുന്നില്ല. സൈറാം മാഷെ കേൾക്കുന്നുണ്ടോ? ലക്ഷ്മണ മാഷെ ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു മാഷിന്. അവിടെ നെറ്റ് മോശമായിരിക്കും മാഷ് നെറ്റ് താമസിക്കുന്നിടത്തോളം. മോശമാണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്രോസിലാണ്, മുകളിലത്തെ റൂമിലുമാണ്. അതാവും. അപ്പൊ സംഗീതയാണോ മോളെ പ്രസന്റേഷൻ ചെയ്തോളൂ സ്വാമിയുടെ. ఓ మానవుడా, ఓ man, మానవునిగా పుట్టి మానవునిగా పెరిగి మానవునిగా జీవించి మానవత్వాన్ని దివ్యత్వంగా మార్చుకోవటమే నీ కర్తవ్యమని ప్రబోధించాడు. it was taught clearly, having taken birth of a human being, having grown with the times as a human being, one has to realize the divinity within. పరమాత్మ మెస్సెంజర్ అయినటువంటి ప్రతి మానవుడు కూడాను పరమాత్మ సత్యబోధనను, ప్రేమతత్వములను, శాంతి పరములను జగత్తునకు చాటి అనుభవించి ఆనందింపజేయటమే ఈ మానవుని యొక్క ప్రధాన కర్తవ్యం. The prime responsibility of every man lies here, that he has to propagate the principles of truth, love and peace with everybody. He has to experience and then share with others. భగవత్ తత్వాన్ని ప్రచారం చేసినటువంటి మానవుడికి మెస్సెంజర్ అని పేరు. In అటు fact, కాకుండా భౌతికమైన, లౌకికమైన, ప్రాకృతమైన, అనిత్యమైనటువంటి విషయములను ప్రచారం చేసేటువంటి వాడు మెస్సెంజర్ కానేరదు. the one who propagates the worldly, fleeting, ephemeral matters, the sensual matters, he cannot be called a messenger. The messenger is the one who shares the message of the divine with the సత్యతత్వమును, people. దివ్యతత్వమును, ప్రేమతత్వమును, సహనతత్వమును, సానుభూతి తత్వమును ఈ ప్రపంచమునకు చాటటమే నిజమైనటువంటి మెస్సెంజర్ పేరు. A true messenger should propagate the principles of the divine, such as love, tolerance, sympathy, and forbearance. David was ഓം ശ്രീ സായിരാം. ഞാന് പറയാൻ പോണത് ഒരു വലിയ തീക്കുണ്ടത്തില് നിന്നൊരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു വലിയ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാൻ രക്ഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതായത് ഞാൻ വളരെ മെത്തോഡിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യണതാണ്. ഒരു സാധനം എടുത്താൽ അത് അതേ സ്ഥലത്ത് തിരിച്ചു വെക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ ജനരാശുപത്രിയിൽ പോകുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് ബുക്കുണ്ട്. ആ ബുക്കിൽ എഴുതിപ്പിക്കാതെ അവര് രജിസ്റ്റർ ചെയ്യാതെ നമ്മൾക്ക് ആർക്കും അങ്ങോട്ട് ഡോക്ടേഴ്സിനെ ഒന്നും കാണാൻ പോകാൻ പറ്റില്ല. അപ്പൊ ആ ബുക്ക് ഞാൻ എപ്പോഴും ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു. 3rd ക്രോസില് സായി ലക്ഷ്മി അപ്പാർട്ട്മെന്റ്, 7 നിലയുള്ള ഒരു വീടാണ്. അതിൽ 3ാമത്തെ നിലയിൽ അറ്റത്തുള്ള വീടായിരുന്നു ഞങ്ങൾ. അപ്പൊ നല്ല വലിയ വരാന്തയും നല്ല ദർശനം, പുറത്തേക്ക് നോക്കാനൊക്കെ ഉള്ള സ്ഥലം. അപ്പൊ ഞാൻ ഈ ബുക്ക് എപ്പോഴും അവിടെ ഇവിടെ വെച്ച് പോകാതിരിക്കാണ്ട് ഫ്രണ്ട് റൂമിൽ എൻ്റെ ഭഗവത്ഗീതയൊക്കെ വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ വെച്ചേക്കും, എപ്പോ വേണമെങ്കിലും. അതൊരു എനിക്കൊരു സ്വഭാവം. ഞാൻ പറയണ കാര്യം ലേറ്റർ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. അപ്പോ ആദ്യം തന്നെ ഭഗവാന്റെ അടുത്ത് പാതാരം എന്തെങ്കിലും നമസ്കരിക്കാൻ മറന്നുപോയി. ഭഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ നാമം ജപിക്കുകയോ എൻ്റെ സേവനം ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഭക്തന് എന്നെ വിളിക്കുക പോലും വേണ്ട, അവരുടെ വീട്ടിൽ ഞാൻ ജാഗരൂകരായിരിക്കും, എപ്പോഴും ഞാൻ അവരെ സംരക്ഷിക്കുവാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്ന് ഭഗവാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പുസ്തകമൊക്കെ ഇങ്ങനെ വെക്കും. അങ്ങനെ ഇരിക്കെ മെയ് മാസം എൻ്റെ ഹസ്ബൻഡ് 2018 പാസ്ഡ് അവേ. അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോയി ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പൊ മോള് ഒരു പുതിയ വീടെടുത്തു. അപ്പൊ അവള് പറഞ്ഞു, അമ്മ ഇനിയിപ്പോ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കേണ്ട, വീട് മാറാം. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ഒരുപാട് നമുക്ക് അവൾക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇതൊക്കെ കൂടെ വലിച്ചുകൊണ്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ ഡിസ്പോസ് ഓഫ് ചെയ്തിട്ട് പോവാൻ മോളെ,
അതുകൊണ്ട് അതുവരെ ഞാൻ ഈ വീട്ടിൽ റീറ്റെയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ മെയ് മാസത്തിൽ മകനും ഫാമിലി, പിള്ളേർക്ക് അവധിയുള്ളപ്പോൾ എപ്പോഴും അവർ മെയിലാണ് വരിക. അവര് വരുന്നുണ്ട് ഒരാഴ്ചത്തേക്ക്. അപ്പൊ അവര് വരുന്നു. അപ്പൊ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. മോളുടെ വീട്ടിൽ കാർപ്പന്ററി വർക്ക് നടക്കുന്നുണ്ട്, അവൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവൾ പറഞ്ഞു അനിയൻ വന്നോട്ടെ, അവര് വന്നു കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ വരാം, കാർപ്പന്റേഴ്സ് ഒക്കെ ഉണ്ണാൻ പോകുമല്ലോ, ആ സമയത്ത് ഞാൻ വരാം എന്ന് പറഞ്ഞു. അവള് ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അപ്പൊ മോൻ വിളിച്ചു പറഞ്ഞു, അമ്മ ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനെല്ലാം തയ്യാറാക്കി, ചോറും കറികളൊക്കെ തയ്യാറാക്കി, കാപ്പിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് സാരിയൊക്കെ എടുത്തുകൊടുത്ത് അങ്ങനെ അവരെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും അമ്മ എന്ന് പറഞ്ഞു, ടാക്സി. അപ്പൊ എനിക്ക് സന്തോഷം വന്നിട്ട് ഞാനത് കാണാനായിട്ട്, അവര് വരുന്നത് കാണാം എന്ന് പറഞ്ഞ് ഈ വരാന്തയിലേക്ക് വന്നു. അപ്പൊ വരാന്തയിൽ ഞാൻ കുറച്ച് ചട്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചട്ടിയിൽ തുളസിയാണ്, നല്ല വളർന്ന തുളസി. അതിന്റെ താഴെ ഒരു ചെറിയ ചിരാതുണ്ട്, അത് ഞാൻ ദിവസവും വിളക്ക് കത്തിക്കും. അപ്പൊ ഞാൻ വന്നിട്ട് ഈ തുളസിയുടെ മുമ്പിൽ നിന്നിട്ടാണ് പുറത്തേക്ക് നോക്കുന്നത്. നല്ലൊരു അരമതിലാണ്, എൻ്റെ കഴുത്ത് വരെ ഉണ്ട്, അത്ര പൊക്കമുള്ള അരമതിലാണ്. അതിൽ കൂടെ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോ പെട്ടെന്ന് എനിക്ക് ചൂടടിക്കണു. ഞാൻ പറഞ്ഞു എന്തോന്ന് സ്വാമി ചൂട്? സ്വാമിയുടെ ഞാൻ ചോദിക്കുക, സ്വാമി എന്തോന്ന് ചൂട്? നോക്കിയപ്പോ എന്താ അറിയോ, എന്റെ സാരി കൂടെ തീ അങ്ങനെ കേറുവാണ്. 1 മിനിറ്റ് കൊണ്ട് തീ എന്നെ എൻഗൾഫ് ചെയ്തു. അപ്പൊ ഞാൻ സ്വാമി അലറി, ഭയങ്കര വേദന, തീ കത്തുന്നതിന്റെ വേദന. ഞാൻ സ്വാമി എന്ന് പറഞ്ഞ അലറി. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 7 നിലയിലും ഒറ്റ നിലയിൽ ഒരാള് പോലും ഇല്ല, ഞാൻ മാത്രമേ ആ ഹോൾ ബിൽഡിങ്ങിലുള്ളൂ. അതിന്റെ മുൻവശത്തെ ബിൽഡിങ്ങിലും ആരും ഇല്ല. അപ്പൊ ഈ സമയത്ത് ആരും അറിയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു സ്വാമീന്ന് വിളിച്ചതും പെട്ടെന്ന് എന്റെ തീ ഇങ്ങനെ പൊങ്ങി ഭയങ്കര തീ കുണ്ടം അതിങ്ങനെ പൊങ്ങി എന്റെ വയറ് വരെ എത്തി. അതിന്റെ ചൂട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ സ്വാമീന്നൊരു വിളിച്ചതും സ്വാമിയുടെ ശബ്ദം കേട്ടു. സ്വാമി ലൈ ഡൗൺ റോൾ, ലൈ ഡൗൺ റോൾ എന്ന് വളരെ സീരിയസ് ആയിട്ട് സ്വാമി പറയാണ്. ലൈ ഡൗൺ റോൾ, അതായത് താഴെ കിടന്നുരുള്. അത് കേട്ടത് ഞാൻ താഴെ കിടന്നു ഉരുളാൻ തുടങ്ങി. ആ ഉരുളിന് 2 പ്രാവശ്യം ഉരുണ്ടപ്പോഴത്തേക്കും തന്നെ തീ അങ്ങനെ കെട്ടു. ഞാൻ ഈ മക്കള് വരാറായില്ലേ, അവർക്ക് വിഷമം തോന്നണ്ടെന്ന് വെച്ചാൽ ഓടിപ്പോയി ഈ സാരിയും കത്തിപ്പോയി, സാരിയൊക്കെ കത്തിയതൊക്കെ പറിച്ച് ഇതിനകത്തിട്ടു, ഗാർബേജിലാക്കി ഇട്ടിട്ട് വേഗം പോയി ഒരു വലിയ ട്യൂബ് പേസ്റ്റ് എടുത്തിട്ട്, പേസ്റ്റ് വളരെ പ്രയോജനമാണ് കൈ പൊള്ളുന്നതിന്. എൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ എല്ലാം പുരട്ടി, വലത്തെ കാലിലും പുരട്ടി, ഇടത്തെ കാലിലാണ് ഒരുപാട്, ഇടത്തെ കാലിന്റെ മുട്ടിന് താഴേക്ക് ഞാൻ പേസ്റ്റ് പുരട്ടാൻ നോക്കണു. നമ്മൾ ഈ സോക്സ് ഊരില്ലേ, കറുത്ത സോക്സ് ഊരുമ്പോ എങ്ങനെയാണ്, അതുപോലെ ആ തൊലി മുഴുവനും ഊരി താഴെ പോയി. അവിടെ മുഴുവൻ പൊള്ളി കുടുന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒന്നും പറയണില്ല, ഡ്രസ്സ് മാറിയിട്ട് ഞാൻ മോനെ വിളിച്ചു പറഞ്ഞു, മോനെ ഇനി 10 മിനിറ്റിൽ അവരെത്തും. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ, നീ 5 മിനിറ്റിനകത്ത് സംഭവിച്ച കാര്യമാണ്, ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അത്രയ്ക്കാണ് ആ തീയുടെ ഇഫക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ നീ കാറ് വിടണ്ട, എനിക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. എന്താ അമ്മേ? ഞാൻ വന്നിട്ട് പറയാം, കാറ് വിടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് വേഗം ഓടിക്കയറി വന്നു, ലിഫ്റ്റൊക്കെ ഉണ്ട്, വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി, ഫയർ ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞു. അത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്നാൽ എനിക്കാണെങ്കിൽ കൗശിക് നാരായണൻ എനിക്ക് മകനെ പോലെയാണ്, പക്ഷെ എനിക്ക് സൂപ്പർ സ്പെഷ്യൽ ഒന്നും ഓർമ്മ വരുന്നില്ല. ഞാൻ വേഗം ഈ ജനറൽ ആശുപത്രിയിലെ പുസ്തകം എടുത്തിട്ട് നമുക്ക് ജനറൽ ആശുപത്രി പോവാം എന്ന് പറഞ്ഞാൽ അവിടെ പോയി പുസ്തകം എടുത്തു, കാണിച്ചു. അപ്പൊ ദേഹമൊക്കെ കാല് ഒക്കെ പേസ്റ്റൊക്കെ പുരട്ടിയിരിക്കുകയാണ്. ഒരിടത്തും പൊള്ളലില്ല, കാല് മാത്രം. അതിന്റെ ആ പൊള്ളിയ സ്ഥലത്തൊക്കെ ഞാൻ പേസ്റ്റ് പുരട്ടിയിരിക്കണം. അപ്പൊ അവര് പറഞ്ഞു ഇതൊക്കെ കഴുകി കളയുന്നു. അപ്പൊ മരുമകള് ഇതൊക്കെ മോളെ വിളിച്ച് പറഞ്ഞില്ല, ഇത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു, അവൾക്ക് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട്. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന ശേഷം അവളോട് തോന്നി മക്കളെ ഇങ്ങനെ മോള് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഞങ്ങള് ഹോസ്പിറ്റലിലാണ്, ചേച്ചി വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി പക്ഷെ അവള് ഹോസ്പിറ്റലിൽ തന്നെ വന്നു. എന്തായാലും അവര് കൊണ്ടുവച്ച് കാലില് തൊലിയൊക്കെ മുറിച്ച് കളഞ്ഞ് നല്ല 1-2 ഇഞ്ചക്ഷനൊക്കെ ചെയ്യുന്നു. പ്രഷർ നോക്കുമ്പോ എന്താ, ഒരു തുള്ളി പോലും പ്രഷർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല എൻ്റെ. അവർ പറഞ്ഞു മാഡം ഇത്ര വലിയൊരു ആക്സിഡന്റ് ആയിട്ട് മാഡത്തിന്റെ പ്രഷർ സോ നോർമൽ, ഹൗ ക്യാൻ ഇറ്റ് ബി?
ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ, സ്വാമിയല്ലേ നമ്മുടെ കൂടെ ഉള്ളത് എന്ന് മാത്രം അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവര് അതൊക്കെ ചെയ്തിട്ട് ബാൻഡേജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെ ബാൻഡേജ് അവര് ചെയ്തത്, അവര് നഴ്സസ് ആണ്, കൊച്ചു പിള്ളേരാണ് ചെയ്യുന്നത്, അവർക്ക് അത്ര പോരാ. അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ബാൻഡേജ് താഴേക്ക് ഊരി അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമാണ്, മുട്ടിന്റെ താഴെയല്ലേ, മുട്ടിന്റെ താഴെ ആ മുഴുവൻ കത്തിപ്പോയി. അപ്പൊ അങ്ങനെ ബാൻഡേജ് ഊരിപ്പോയി. അപ്പൊ മോൻ പറഞ്ഞു, അമ്മ ഇത് ശരിയായിട്ടില്ല, നമുക്ക് നോക്കാം. രണ്ടാമത്തെ ദിവസവും പോയി, ബുക്കും കൊണ്ട് പോണം. മൂന്നാമത്തെ ദിവസം പോയി, ബുക്കും കൊണ്ട് പോയി. നാലാമത്തെ ദിവസം അവർ കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പൊ ശിവ മെഡിക്കൽസിൽ കയറി മരുന്ന് വാങ്ങിച്ചു. എന്നിട്ട് വീട്ടിലെത്തി പിന്നെ ഇതുപോലെ ഇങ്ങനെ ഉരി പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകാൻ മോൻ കാർ ഏർപ്പാട് ചെയ്യും. കാർ വന്നു, ഹോസ്പിറ്റലിൽ കയറുമ്പോ ബുക്ക് കാണാനില്ല. ഞാൻ ആ ബുക്ക് ഒരിടത്ത് മാറ്റി വെക്കില്ല, ഏത് ബുക്കും ഏത് കാര്യവും ഞാൻ കൃത്യ സ്ഥലത്തെ വെക്കുള്ളൂ. അപ്പൊ ബുക്ക് കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ചിലപ്പോ ശിവ മെഡിക്കൽസിൽ കാണുമായിരിക്കും, അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ഞാനും മോനും കൂടെ പോയിട്ട് കാറ് ശിവ മെഡിക്കൽസിൽ നിർത്തിയിട്ട് ചോദിച്ചു, ഇവിടെ ബുക്ക് മറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും വളരെ കസ്റ്റമറാണ് അയാളുടെ. അപ്പൊ ചോദിച്ചു, എന്റെ ബുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അയ്യോ ഇല്ലല്ലോ മാഡം, ബുക്കൊന്നും ഇല്ല, ഇന്നലെ തന്നെ ഞാൻ തിരിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ബുക്ക് എവിടെ പോയി? ബുക്കില്ലാതെ ജനറൽ ആശുപത്രി പോയി അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ജനറൽ ആശുപത്രി പോയാൽ പറ്റില്ല. അയ്യോ കൗശിക്കുണ്ടോ? നമുക്ക് കൗശിക, ഞാൻ വേഗം കൗശിക അപകടമുണ്ട്. ആന്റി എന്താ പറയണേ, അന്ന് തന്നെ വരേണ്ടതല്ലേ, വേഗം വരൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ചെന്നു. കൗശിക്ക് നോക്കിട്ട്, ആന്റി എന്താണ് ആന്റി കാണിച്ചത്, അന്ന് തന്നെ വരണ്ടേ, എന്തിനാണ് ജനറൽ ആശുപത്രിയിലൊക്കെ പോകാൻ പോയത്? എന്നിട്ട് പറഞ്ഞു, ഇതാ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഇൻഫെക്ഷൻ ഇന്നും കൂടെ കഴിഞ്ഞ് നാളെ ആയാൽ ആന്റിയുടെ കാല് ഇൻഫെക്റ്റഡ് ആവും. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ് തീപ്പൊള്ളലില് ഇൻഫെക്ഷൻ വന്നാല്. ആന്റി എന്തൊരു മണ്ടത്തനാണ് കാണിച്ചതൊക്കെ വഴക്കൊക്കെ പറഞ്ഞു. എന്തായാലും നല്ലൊരു ബാൻഡേജ് ഒക്കെ ഹി ഡിഡ് ഹിംസെൽഫ്, നന്നായിട്ട് ബാൻഡേജ് ഒക്കെ ഇട്ട് അതിന് മുമ്പേ പടം എടുത്ത് എന്റെ ഫോട്ടോ എടുത്ത് ഗുരുമൂർത്തി സാർ, അദ്ദേഹം ഡയറക്ടറുമാണ്, പ്ലാസ്റ്റിക് സർജറിയുടെ ചീഫുമാണ്, അദ്ദേഹത്തിന് ഒന്ന് അയച്ചു കൊടുക്കട്ടെ ആന്റി, ഇത് ഭയങ്കരമായിട്ട് പൊള്ളിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. കാല് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളിടത്തെ പൊള്ളലൊക്കെ എന്റെ പിന്നെ പേസ്റ്റ് പ്രയോഗം കൊണ്ട് തന്നെ വളരെ കുറഞ്ഞു. അപ്പൊ അതിന്റെ പ്രശ്നമില്ല. അപ്പൊ ഇത് എങ്ങനെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഭഗവാനാണ് കൗശിക്ക് എന്നോട് പറഞ്ഞു കിടന്നുരുളൂ എന്ന് പറഞ്ഞു, ഞാൻ ഉരുണ്ടത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരുമൂർത്തി സാറിനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ പേഷ്യന്റ് വരണം, എനിക്ക് കാല് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾ പോയി, കാല് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം, അപ്പൊ നാളെ തന്നെ അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പിന്നും കൂടെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പോയി, മോളും മരുമോളും ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് അഡ്മിറ്റ് ആയി. അങ്ങനെ അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. കാല് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു. അത് കണ്ടാ പറയില്ല പൊള്ളിയിട്ടുണ്ടെന്ന്, ആ രീതിയിൽ അദ്ദേഹം പ്ലാസ്റ്റിക് സർജറി ചെയ്തു തന്നു. അതുകൊണ്ട് എനിക്ക് ഭഗവാനോട് എത്ര നന്ദി പറയണോ അത്ര തന്നെ നന്ദി കൗശിക്കിനോടും ഗുരുമൂർത്തി സാറിനോടും പറയാനുണ്ട്. കാരണം എനിക്കൊരു പുനർജന്മം. അപ്പൊ ഞാൻ സ്വാമി ചോദിച്ചു, സ്വാമി തിരിച്ച് വീട്ടിൽ ചെന്ന് നോക്കിയതും കേറിയതും ആ പുസ്തകം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ വെച്ച സ്ഥലത്ത് തന്നെ ആ പുസ്തകം ഇരിക്കുന്നുണ്ട്. അതായത് ജനറൽ ആശുപത്രിയിലെ ചികിത്സ പോരാ എന്ന് സ്വാമിക്ക് അറിയാം. ജനറൽ ആശുപത്രിയിലെ ചികിത്സ ചെയ്താൽ ഞാൻ ഇല്ലാണ്ട് ആവും എന്ന് സ്വാമിക്ക് അറിയാം. അതുകൊണ്ട് സ്വാമി എന്ത് ചെയ്തു, പുസ്തകം മറച്ചു വെച്ചപ്പോ ഞാന് വേറൊരു ഓപ്ഷൻ, അതായത് കൗശികനെ കാണണം എന്നുള്ള ഓപ്ഷൻ എടുത്തു. അതായിരുന്നു സ്വാമി ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. അതിന് വേണ്ടിയിട്ട് പുസ്തകം സ്വാമി മറച്ചു വെച്ചു. തിരിച്ച് വീട്ടിൽ ചെന്നേരപ്പോ മോൻ പറഞ്ഞു, അമ്മ വെച്ചെടുത്ത് തന്നെ ആ പുസ്തകം ഇരിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഭഗവാന്റെ ഒരു അത്ഭുതകരമായ രക്ഷയാണ് എന്ന്. അപ്പൊ ഞാൻ സ്വാമി ചോദിച്ചു, സ്വാമി എന്തിനാണ് എനിക്ക് പുനർജന്മം തന്നത് എന്ന് ചോദിച്ചു. അപ്പൊ സ്വാമി എനിക്കൊരു മെസ്സേജ് തന്നു, നിനക്ക് എനിക്ക് വേണ്ടി കുറെ സേവ ചെയ്യാനുണ്ട്. എന്റെ പിന്നെ തത്വപ്രചാരണവും എൻ്റെ വാണികൾ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു അത് എഴുത്തിലൂടെയും, സ്വാമി എനിക്കൊരു പേന തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നത്തില് മോളുടെ കൈ കൊടുത്തു വിട്ടു. അങ്ങനെ ആ എഴുതലും പിന്നെ പറയലും അങ്ങനെ നിനക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് പുനർജന്മം തന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് സ്വാമി എന്നും വഴക്ക് പറയും, ഇതൊക്കെ പറഞ്ഞു, പക്ഷെ എവിടെ എനിക്കൊരു ചാൻസും കിട്ടുന്നില്ലല്ലോ, ഒരു ബാലവികാസ് പോലും എടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോഴത്തേക്കും കോവിഡ് വന്നു. പിന്നെ എന്തോന്ന് സ്വാമി എങ്ങനെ തത്വപ്രചരണമൊക്കെ ചെയ്യുന്നു ചോദിച്ചപ്പോഴാണ് 2021 ഡിസംബറിൽ ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് നമ്മുടെ സതീഷ് മാഷായിട്ട് പരിചയപ്പെടുന്നത്.
സതീഷ് മാഷായിട്ട് പരിചയപ്പെട്ടപ്പോ മാഷ് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് മാഡത്തിന്റെ ഇത് വെക്കേണ്ടത്, ഇൻട്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞു നത്തിങ്, കെയർ ഓഫ് വത്സലാമേനോൻ, കെയർ ഓഫ് സത്യസായി ബാലവികാസ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. സതീഷ് മാഷിനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. സതീഷ് മാഷ് എന്നും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്, എനിക്കൊരു സീനിയർ ബാലവികാസ് ഗുരുവിനെ തരൂ മാഷെന്ന്, സ്വാമീന്ന്. അങ്ങനെ ഭഗവാൻ മാഷിന്റെ അതിനുശേഷം ഹിസ്റ്ററി ആണല്ലോ, എത്ര 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 ക്ലാസ്സുകൾ എടുത്തു. ഞാൻ എന്തെങ്കിലും മിണ്ടിയ ഉടൻ തന്നെ മാഷ് പറയും അതൊന്ന് എഴുതും അമ്മ എന്ന് പറയും. ഞാൻ എഴുതും, മാഷ് അതുകൊണ്ട് DTP എടുക്കും. ഇങ്ങനെ ഒരു 4-5 പുസ്തകങ്ങൾ അതിലുള്ള ബാലവികാസ് പ്രസിദ്ധീകരിച്ചും കഴിഞ്ഞു. ഇങ്ങനെ ഭഗവാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സ്വാമിയുടെ കാരുണ്യം കൊണ്ട് എൻ്റെ ഞാനിവിടെ പലരെയും കണ്ടിട്ടുണ്ട് തീ പിടിച്ചിട്ടുള്ള പിന്നെ ഘോരമായ രൂപമാറ്റം. പക്ഷെ എൻ്റെ കൈ പോലും, എൻ്റെ കയ്യിലുള്ള ചെറിയ പൊള്ളല് പോലും എൻ്റെ വെറും പേസ്റ്റിന്റെ പ്രയോഗം കൊണ്ട് മാറിക്കിട്ടി. അങ്ങനെയാണ് സ്വാമി എന്നെ അനുഗ്രഹിച്ചത്. ആ അനുഗ്രഹം കൊണ്ട് ഞാൻ സ്വാമിയുടെ സ്വാമി, ഇനി മരണം വരെ എനിക്ക് വേറെ ഒരു ആഗ്രഹവുമില്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട, എനിക്ക് സ്വാമിയുടെ കാര്യങ്ങൾ മാത്രം. സ്വാമിയെ പറ്റി ആരോടൊക്കെ പറയാമോ, സ്വാമിയുടെ ഭക്തരാണ് എൻ്റെ സ്വന്തക്കാർ. അവരുടെ കൂടെ ഇരിക്കാനും അവരോട് സംസാരിക്കാനും അവരോട് സ്വാമിയുടെ കാര്യങ്ങൾ പറയാനും ഉള്ള അവസരം എനിക്ക് തന്നുകൊണ്ടിരിക്കണം. ഞാൻ മരണം വരെ, എൻ്റെ മരിക്കുന്ന ലാസ്റ്റ് മൊമെന്റ് വരെ എനിക്ക് സ്വാമിയെ പറ്റി പറയണം. അതിന് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ. അത് മാത്രം ഞാൻ സ്വാമിയോട് ചോദിക്കാറുള്ളൂ, വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടാറില്ല. അങ്ങനെയാണ് എൻ്റെ പുനർജന്മത്തിന്റെ കഥ. അങ്ങനെ അത് പുനർജന്മം കിട്ടിയതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ ഈ ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ സ്വാമിയുടെ കൃതജ്ഞത സൂചിപ്പിക്കാനായിട്ട് ഞാനൊരു ഭജന പാടാം. ഭജന പാടി കഴിഞ്ഞിട്ട് സതീഷ് മാഷ് ആദ്യം കൃതജ്ഞത പറയും, അത് കഴിഞ്ഞിട്ട് ഞാൻ കൃതജ്ഞത പറയാം. സായിരാം. സായി ഹേ ജീവൻ, ജീവൻ സത്യ സായി, സായി ഹേ ജീവൻ, ജീവൻ സത്യ സായി, साई मेरा जीवन सहारा, साई मेरा जीवन सहारा, साई है जीवन, जीवन सत्य साई, तेरे बिना साई सब है अंधेरा, तेरे बिना साई सब है अंधेरा, पार करो मेरे जीवन नैया, पार करो मेरे जीवन नैया, चरण लगा लो मुझे साई कन्हैया, चरण लगा लो मुझे साई कन्हैया, साई है जीवन, जीवन सत्य साई, साई मेरा जीवन सहारा, साई मेरा जीवन सहारा, साई है जीवन, जीवन सत्य साई, तेरे बिना साई सब है अंधेरा, तेरे बिना साई सब है अंधेरा, पार करो मेरे जीवन नैया, पार करो मेरे जीवन नैया, चरण लगा लो मुझे साई कन्हैया, चरण लगा लो मुझे साई कन्हैया, साई है जीवन, जीवन सत्य साई. എൻ്റെ അനുഭവങ്ങളും എൻ്റെ വാക്കുകളും എൻ്റെ സർവസ്വവും ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും പാദങ്ങളിൽ വണങ്ങിക്കൊണ്ട് ജയ സായിരാം. സതീഷ് മാഷിനെ കൃതജ്ഞത പറയാനായിട്ട് വിളിക്കുന്നു. സായിരാം മാഷെ. സായിരാം. ഇത്
ആദ്യം കൃതജ്ഞത പറയേണ്ടത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയ്ക്ക് തന്നെയാണ്. കാരണം അവിടുത്തെ ഗ്രേസ് ഇത്ര നന്നായിട്ട് ഒഴുകിയില്ലെങ്കിൽ ഇതിത്ര വിജയിക്കില്ലായിരുന്നു. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ പ്രോഗ്രാം ആണെന്ന്. പക്ഷെ ഈ അരമണിക്കൂർ പ്രോഗ്രാമിന്റെ പുറകെ ഒരുപാട് വർക്കുണ്ട്. ഉദാഹരണം, നിങ്ങളൊരു വീഡിയോ പ്രസന്റേഷൻ ഇടയ്ക്ക് കാണുന്നുണ്ട് സ്വാമിയുടെ, അല്ലെ, ഒരു 3 മിനിറ്റ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ യൂട്യൂബിൽ നിന്ന് അത് എടുത്തിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അവിടെ അത് ഞാനും മനസ്സിലാകുമ്പോൾ അവിടെ ഹെൽപ്ലെസ് ആണ്. അവിടെ ഞങ്ങളെ സഹായിച്ചത് 4 ചെറുപ്പക്കാരാണ്. ആദ്യം തന്നെ ഞാൻ അവർക്ക് നന്ദി പറയട്ടെ. അവരില്ലെങ്കിൽ ഇത് ഇത്ര നന്നായിട്ട് ഈ പ്രോഗ്രാം നടക്കില്ലായിരുന്നു. അതിൽ ശിവപ്രസാദിന്റെ പേര് ഒന്നാമത് പറയണം. കാരണം അദ്ദേഹമായിരുന്നു ഇത് ടെക്നിക്കൽ സൈഡ് കോർഡിനേറ്റ് ചെയ്തത്. ആരാണ് ഇന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇന്ന് ആരാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ശിവപ്രസാദാണ് ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ ശിവപ്രസാദ് MCA ഒക്കെ പാസ്സായി ഒരുപാട് വർക്കുള്ള 10-20 പേരുള്ള ഒരു ടീമിന്റെ ടെക് ലീഡാണ്. പാവം എല്ലാ സമയത്തിനും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീതയും നന്ദി പറയേണ്ടതുണ്ട്. അവര് കൊച്ചുകുട്ടിയാണുള്ളത്, മകൻ. ആ മകന്റെ ബഹളത്തിന്റെ ഇടയ്ക്കൊക്കെ നമ്മളെ ഇത് വന്ന് സംഗീത ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേംസായി കണ്ണനും IT BTech എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന് രാത്രി 2 മണിക്കൊക്കെയാണ് വർക്ക് ചെയ്യേണ്ട ടൈം. പക്ഷെ നമ്മളെ സമിതിയുടെ കാര്യമായതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും കണ്ണന്റെ പേര് പ്രേംസായി എന്നാണ്. പ്രേംസായിയും ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. പ്രേംസായിയും കൃത്യതാപൂർവ്വം ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ സതീശൻ തൃക്കരിപ്പൂര്, അദ്ദേഹം കൃഷി വകുപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മള് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട് ഇതില്. നമ്മുടെ PSC കോച്ചിങ് പ്രോഗ്രാം വേണുഗോപാൽ സാറിന്റെ കാസർഗോഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്നത്. അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ചെയ്ത് സതീശനാണ്. MV സതീശനെയും സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ഇനി ഇതിന്റെ നട്ടല്ലെന്ന് പറയുന്നത് വത്സലാമാന്റെ. കാരണം ഈ പ്രോഗ്രാം അത്ര ആളുകളെ സംഘടിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങളൊക്കെ ചെയ്തെങ്കിൽ കാഞ്ഞങ്ങാടോ കാസർഗോഡോ ഉള്ള കുറച്ചു പേരെ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ മാമിന്റെ കോണ്ടാക്ട് 80 വർഷത്തെ കോണ്ടാക്ട് അങ്ങനെ പരന്ന് കിടക്കുകയാണ്. മാമിനെ പരിചയപ്പെട്ട ആരും മറക്കൂല്ല. അപ്പൊ ആ മാം പുട്ടപ്പുറത്തേക്കകത്തു നിന്നുള്ളവരെ കൊണ്ടുവന്നു, ബാലവികാസ് കുട്ടികളെ കൊണ്ടുവന്നു, ഗുരൂസിനെ കൊണ്ടുവന്നു. മാമിന്റെ ഇത്രയും കാലത്തെ കോണ്ടാക്ട് മുഴുവൻ സ്വാമി ഇവിടെ ഉപയോഗിച്ചു. അത് കാരണം എത്ര റിച്ചായിരുന്നു നമ്മുടെ. ഇപ്പൊ ആരൊക്കെയോ വീണ്ടും തുടരണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കണ്ടു. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ലേ. അപ്പോ ഈ ക്വാളിറ്റിക്ക് ഞാൻ വത്സലാമിനെ ഓർമ്മിക്കുമ്പോൾ എപ്പോഴും ഞാൻ ക്വാളിറ്റി ഓർമ്മിക്കും. മാം ഓരോ തവണ എഴുതി നല്ല ഉരുണ്ട അക്ഷരത്തിൽ എഴുതി DTP എടുക്കാൻ തരുന്നതൊക്കെ അതിശയമാണ്. ഈ ഏജിലും ഇത്ര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് ഭഗവാന്റെ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ശ്രീമതി വത്സല മാം. അപ്പോ മാമിന്റെ ഉത്സാഹത്തിലാണ് ഈ 411 ദിവസം ഈ പ്രോഗ്രാം പോയത്. മാം തൊട്ട ഒരെണ്ണവും തന്നെ സ്വാമി മുടക്കിയിട്ടില്ല. അത് ബാലവികാസ് ക്ലാസ്സുകളാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും മാമിനാണ് ഇതിന് ഏറ്റവും കൂടുതൽ കൈയടി കൊടുക്കേണ്ടത്. ഇനി കൂടുതൽ ഇതൊക്കെ നീണ്ടു പോകണമെങ്കിലും മാമിന്റെ മനസ്സിൽ അത് ഉണ്ടായാലേ അത് നടക്കുള്ളൂ. മാമിന്റെ സപ്പോർട്ട് വേണം അതിന്. ഇനി ഇതില് കുറച്ച് ലേഡീസ്, തിരുവനന്തപുരത്തുള്ള സുധാമണി മാം, ആ മാമിനോട് എത്ര പറഞ്ഞാലും മതിയാവില്ല. ആദ്യ കാലഘട്ടത്തില് മാമിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കിത് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റിയത് യൂട്യൂബിലേക്ക്. മാം പാവം പഠിച്ചൊക്കെ എടുത്തു ഇത് നമുക്ക് വേണ്ടിയിട്ട്. മാമിന് ഒരുപാട് തിരക്കാണ്, മക്കളൊക്കെ വിദേശത്താണ്, ഇപ്പോഴും വിദേശത്തൊക്കെ ആയിരിക്കും. എന്നാലും അവിടുത്തെ ടൈം നോക്കിയിട്ട് നമ്മളെ സഹായിച്ച സമയമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മാമിനെ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. അതുപോലെ പേര് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്റെ കാസർഗോഡ് ജില്ലയിലുള്ളവരെല്ലാം പുറത്തുനിന്നുള്ളവരാണ്. ശ്രീദേവി മാമിന്റെ പേര് പറയേണ്ടി വരും, സത്യഭാമ മാമിന്റെ പേര് പറയേണ്ടി വരും. ഒരുപാട് പേര് ഇതില് ഒറ്റയ്ക്ക് സ്വാമിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പക്ഷെ അതുകൊണ്ടാവാം, ആ യൂണിറ്റി ആവാം. അതിൽ ആൺപെൺ വ്യത്യാസമൊന്നും ഇല്ലാതെ സ്വാമിയുടെ കണക്റ്റ് നമ്മൾ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലെ? ഈ കോവിഡ് കാലത്തിന് ഞാൻ താങ്ക്സ് പറയും. കാരണം കോവിഡ് വന്നുകൊണ്ടാണ് കാസർഗോഡ് ജില്ല ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് വേണ്ടി പോയത്. ഇപ്പോ അത് കാസർഗോഡിന്റെ അല്ല, 15 പേരാണ് ഓരോ മാസവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, 12 പേരാണ് ഓരോ മാസവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാസർഗോഡ് നിന്നല്ല, ഇപ്പൊ കാസർഗോഡിന് പുറത്തുള്ളവരും ഉണ്ട്. അപ്പോ ഈ ഞാൻ തുടങ്ങിയപ്പം എന്റെ അനുഭവം പറഞ്ഞു തുടങ്ങിയതിന് ഈ ഡോട്ട്സ് കണക്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊക്കെ ഓരോ ഡോട്ട്സ് ആണ്. ഈ ഡോട്ട്സിനെ കണക്ട് ചെയ്യുന്നത് സ്വാമിയാണ്. അപ്പോൾ ഒട്ടനവധി ഡോട്ട്സ് ഇങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിൽ കണക്ട് ചെയ്ത് എടുത്തിട്ടാണ് സ്വാമി ഈ പ്രോഗ്രാം വിജയമാക്കിയത്. അപ്പൊ ഇനി വേണമെന്നൊക്കെ തോന്നിയെങ്കിൽ തന്നെ അത് ക്വാളിറ്റി ആയിരുന്നു എന്നുള്ളത് ഉറപ്പായി. എന്തായാലും ഈ വൈകിയ വേളയിൽ ഇനി അധികം പറയുന്നില്ല, 10 മണിയായി.
ഭഗവാനും അതുപോലെ തന്നെ ഭഗവാന്റെ ഡിവോട്ടീസ് ഒരുപാട് പേര് ഇതില് അനുഭവങ്ങൾ പറയാൻ വന്നു. അതില് പുട്ടപ്പുറത്തിലുള്ള കുട്ടേട്ടൻ വരെ അനുഭവം പറഞ്ഞു. അപ്പോ ചിലതൊക്കെ ഭയങ്കര യുണീക്കാണ്. അങ്ങനെയുള്ളതിനെയൊക്കെ ഒരു കളക്ഷൻ എടുത്തിട്ട് ഞാൻ മാമിനോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, എന്നിട്ട് അതൊക്കെ ഇതിൽ ഇടണം എന്നൊക്കെ. നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട്, ഇതിപ്പോ കാസർഗോഡ് പ്രോഗ്രാം ഒന്നും അല്ല, ഇതിപ്പം കേരള പ്രോഗ്രാമാണ്. കേരളത്തിലുള്ള മലയാളികൾ എത്ര പേരായി ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് സ്വാമിയായിട്ടുള്ള അനുഭവം റീലിവ് ചെയ്യാനും അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും, പിന്നെ അത് നല്ല രേഖയുമായി അല്ലെ, നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബില്. അവര് തന്നെ പറയുന്നതാണ്, ഓതന്റിക് ആണ്. കാരണം പലപ്പോഴും ഈ പറച്ചിലില് അതിശയോക്തി കലരും. ഇത് അവരവര് തന്നെ അവരുടെ ഇപ്പോ ചിലരൊക്കെ പറഞ്ഞത് ഇത് ഇത്ര യുണീക്ക് ആയിട്ടുള്ളതാണ്. ആ സുഗത ശങ്കറൊക്കെ പറഞ്ഞത് ആ ആധ്യാത്മിക അനുഭവമൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ മറ്റേ വിജയമ്മ നായർ ട്രിവാൻഡ്രം ഈ വിഭൂതി ഇട്ടിട്ട് അതൊക്കെ എത്ര അതിശയമായിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അനുഭവിച്ചവർ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നാളത്തേക്കുള്ള തലമുറയ്ക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ഇതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഭഗവാന്റെ കൃപ. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇതിന്റെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ അവരുടെ ജോലിക്കിടയ്ക്കാണ് ഞങ്ങളെ ഈ ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നത്. അതിന് ടെക്നിക്കൽ സപ്പോർട്ടിനൊക്കെ ഉള്ള ആരെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പ്രോഗ്രാം, ഞാനിപ്പോ പുട്ടപ്പുറത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, എൻ്റെ ഇവിടുത്തെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തപ്പോ ഇവിടുത്തെ ടോക്കുകളൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് ഇതാണ്. വേൾഡ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. അതിലെ കീ ആയിട്ട് പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ എത്ര നാളായി വന്നിട്ടെന്നുള്ളതൊന്നും അല്ല മെയിൻ പോയിന്റ്. നിങ്ങളുടെ അകത്ത് എന്ത് മാറ്റം സംഭവിച്ചു? നിങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തി, നിങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിച്ചു എന്നാ സ്വാമി നോക്കണത്. ദേഷ്യം കുറഞ്ഞോ? അഹങ്കാരം കുറഞ്ഞോ? അസൂയ കുറഞ്ഞോ? ഈ 30 വർഷമായി 40 വർഷമായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ സ്വാമി പറഞ്ഞ രീതിയിൽ നമ്മുടെ ക്യാരക്ടറിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ 1000 പേര് പങ്കെടുത്ത പ്രോഗ്രാമെന്നോ 500 പേര് പങ്കെടുത്ത പ്രോഗ്രാമെന്നോ 100 പേര് പങ്കെടുത്ത പ്രോഗ്രാമെന്നോ ഒക്കെ മേനി പറഞ്ഞതിലൊന്നും കാര്യമില്ല. ഇത് കേൾക്കുന്നവരുടെ സ്വഭാവത്തിൽ എന്ത് സംഭവിക്കുന്നു? അവരുടെ വിശ്വാസവും ഭക്തിയും കൂടിയോ? അവരുടെ ദുസ്വഭാവങ്ങള്, ഷട്രിപുക്കള്, കാമക്രോധ ലോഭ മോഹ മത മത്സരങ്ങളൊക്കെ കുറയാൻ തുടങ്ങിയോ? ഇങ്ങനെയുള്ള ഒരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനാണ് ഇതെല്ലാം. അപ്പൊ അത് ഉണ്ടായില്ലെങ്കിൽ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. സക്സസ് നമ്മൾ വിലയിരുത്തേണ്ടത് വ്യക്തിപരമായി നല്ല വ്യക്തികളായി നമ്മൾ മാറിയോ എന്നുള്ളതാണ്. ഇവിടെ കാണിച്ച സ്വാമിയുടെ ഒരു പ്രഭാഷണത്തിൽ പറയായിരുന്നു, മാൻകൈൻഡ് ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി, പക്ഷെ മാനുഷിക മൂല്യങ്ങള്, മനുഷ്യത്വം വളർന്നിട്ടില്ല എന്ന് സ്വാമി പറയുന്നുണ്ട് അതിൽ ഒരിടത്ത്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനുണ്ടായിട്ട്, പക്ഷെ മനുഷ്യത്വം മാത്രം വളരുന്നില്ല. അപ്പൊ സ്വാമി വരുന്നത് മനുഷ്യത്വം വളർത്താനാണ് നമ്മളിലെ. അപ്പൊ അത് വളർത്താൻ ഇങ്ങനത്തെ പരിപാടിയിൽ നിന്ന് ഒരു ടൈം പാസ് ആയിട്ടാണെങ്കിൽ കാര്യമില്ല. അപ്പോ എന്റെ മനസ്സിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വന്ന ഒരു കാര്യം ഞാൻ വത്സലാമ്മയുടെ അത് പങ്കുവച്ചിരുന്നു. ചില ദിവസങ്ങളിലെങ്കിലും, എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറ്റിയില്ലെങ്കിലും, കുറച്ചാൾ ഒരു കൂളിംഗ് ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വായിക്കേണ്ട ബുക്ക് ആരും ഏറ്റവും കുറച്ചാണ് വായിക്കുന്നത്, സത്യസായി വാണി. അങ്ങനെയാണെങ്കിൽ അരമണിക്കൂർ പ്രോഗ്രാം വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒരു സ്റ്റഡി സർക്കിൾ, അരമണിക്കൂർ സ്റ്റഡി സർക്കിൾ, 15 മിനിറ്റ് സത്യസായി വാണി 1-ാം വോളിയം, മലയാളത്തിലെ 1-ാം വോളിയം തൊട്ട് 15 മിനിറ്റ് വായിക്കുന്നു. വായിച്ച ശേഷം പങ്കെടുത്തവർ എന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതാണ് സ്വാമി പറഞ്ഞ മനനം. അപ്പൊ അത് വത്സലാമയെ പോലെയോ നമ്മുടെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ നല്ല ആഴത്തിൽ അറിവുള്ളവര്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ആ വായിച്ച ഭാഗത്തില് ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിരിക്കും കാണുന്നത്, അല്ലെ? അങ്ങനെയാണല്ലോ. ഒരാൾ കാണാത്ത വേറൊരാൾ കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പാനല് ഇത് ചർച്ച ചെയ്ത് പോകുന്ന തരത്തില് ഒന്ന് തുടങ്ങിയാലോ സ്വാമി എന്ന് ഞാനിങ്ങനെ സ്വാമിയോട് ചോദിക്കലുണ്ട്. അത് സ്വാമി അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഫലത്തിൽ വരും, അല്ല ഇനി വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ അങ്ങനെ വരും. എന്തായാലും നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം 1600 രൂപ ഒരു മാസം അടയ്ക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതിന് സ്പെഷ്യലായിട്ട് ഗൂഗിൾ വർക്ക് സ്പേസ് എന്നാണ് ഇതിന്റെ പേര്. അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ കൂടുതൽ പേർക്ക് 500 പേർക്ക് വരെ പങ്കെടുക്കാം ഇതില്. അപ്പൊ നമുക്ക് അങ്ങനെ സ്വാമിയുടെ 100-ാം ജന്മദിനം കഴിഞ്ഞു. ഇനി ഇത് സ്വാമിയുടെ വർക്ക് സ്പ്രെഡ് ആവാത്തതാണ്. അപ്പൊ ഇതുവരെ ഇതിനെ നന്നായിട്ട് സ്വാമി ഉപയോഗിച്ചു, ഈ വർക്ക് സ്പേസിനെ. വേണുഗോപാലൻ സാറ് അദ്ദേഹത്തിന്റെ PSC ബാങ്ക് കോച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മുകുന്ദൻ സാറ് പുട്ടപ്പർത്തി എൻട്രൻസ് ടെസ്റ്റിന്റെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്രീത മാം ഗുരുസ് ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ അവരുടെ എന്തൊക്കെ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്നുണ്ട്. മഹിളകൾ അവരുടെ പ്രോഗ്രാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരു പൊതു പ്രോഗ്രാമായി ഈ ഗൂഗിൾ വർക്ക് സ്പേസ്. കാസർഗോഡിന്റെ മാത്രമല്ല, ഇറ്റ് ഈസ് നൗ യൂസ്ഡ് ബൈ മെനി അതേഴ്സ്. അതുകൊണ്ട് അത് ഉപയോഗിക്കപ്പെടണമല്ലോ, നമ്മൾ ഇത്രയും പൈസ അടയ്ക്കണല്ലേ. അപ്പൊ രമേശേ, അപ്പൊ വരുന്നില്ല ശബ്ദം.
മാഷ് കൺക്ലൂഡ് ചെയ്യാമോ? ഇതില് വിജയിപ്പിച്ച മാഷ് സ്വാമിക്കും കൺക്ലൂഡ് ചെയ്യാം. അതുപോലെ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസിനും ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിച്ചവർക്കും വത്സല മാമിനും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ലക്ഷ്മണൻ മാഷിനും എല്ലാവരെയും ഞങ്ങളെ 3 പേര് കൈകോർത്തിട്ടാണ് ഇത് ശരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ എല്ലാവർക്കും നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഇതിൽ പങ്കെടുത്ത ഏവർക്കും അവർക്കും ഒരു കുടുംബത്തിന് നൽകണേ സ്വാമി എന്ന പ്രാർത്ഥനയോടെ ഇത് ഭഗവാന്റെ പാദത്തിന് സമർപ്പിക്കുന്നു. സായിരാം. ഓം ശ്രീ സായിരാം. ഓം ശ്രീ സായിരാം. കൃതജ്ഞതാ പ്രകടനം നടത്തുമ്പം ആദ്യമായിട്ട് കൃതജ്ഞത നമ്മുടെ സ്വാമിക്ക് തന്നെയാണ്. ഭഗവാനാണ് ഇങ്ങനെ ഒരു ആശയം നമുക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്തർശോചയജ്ഞം എന്നൊരു പ്രോഗ്രാം ഒരു ഗ്രാമത്തിലെ ആൾക്കാർ നടത്തുന്നത് പുട്ടപ്പുറത്ത് ഇരുന്ന് കണ്ടിരുന്നു. അതിന് ഭഗവാന്റെ സന്തോഷം എത്രയാണ് എന്ന് കണ്ടതുകൊണ്ട് അതിനെപ്പറ്റി സതീഷ് മാഷിനോടൊന്ന് പറഞ്ഞപ്പോ നമുക്ക് അന്തർശൗചയജ്ഞം എന്ന് പറഞ്ഞൊന്ന് തുടങ്ങിയാലോ എന്നൊരു ഐഡിയ നമുക്കുണ്ടായി. 99 ദിവസം അന്ന് തൊട്ട് ഭഗവാന്റെ ബർത്ത്ഡേ വരെ 99 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും ദിവസം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഈ അന്തർശൗചയജ്ഞം തുടങ്ങിയത്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഭഗവാന്റെ പദാരവിന്ദങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഒരുപാട് കൃതജ്ഞത സ്വാമിക്ക് പറയണ്ട, സ്വാമി തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. എന്നാലും ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അതിന്റെ പേരില് ഭഗവാന് ഹൃദയം നിറഞ്ഞ കൃതജ്ഞത പ്രകർഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് ഫുൾ സപ്പോർട്ട്, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന സതീഷ് മാഷ്, എന്ത് പറഞ്ഞാലും ഒരു മുടക്കവും ഇല്ലാതെ ചെയ്തു തന്നിട്ടുള്ള സതീഷ് മാഷിന് എൻ്റെ ഹൃദയംഗമമായ കൃതജ്ഞത ഞാൻ പ്രകർഷിപ്പിക്കുന്നു. പിന്നെ എനിക്ക് കൃതജ്ഞത പറയേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. എനിക്ക് ഓരോരുത്തരും ഓരോ ഒന്ന് വീഡിയോ ഇട്ടാൽ നന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇടുമോന്നറിയില്ല. ഒന്നാമത് ശിവപ്രസാദാണ്. ശിവപ്രസാദ് ഇതുപോലെ തന്നെയാണ്, ഇത്ര സൗമ്യമായിട്ട് സംസാരിച്ചുകൊണ്ട് ആൻറ്റി അത് ചെയ്യാം എന്ന് പറഞ്ഞു ഒരിക്കലും നോ പറയാതെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ശിവപ്രസാദ്. എത്രയോ ജോലി നമുക്കറിയാലോ, IT വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് പ്രഷറാണ്. എന്നാലും ഇത് ചെയ്യുകയും അത് കൃത്യമായിട്ട് എല്ലാവർക്കും വേണ്ടി അപ്ലോഡ് ചെയ്ത് അത് യൂട്യൂബിൽ ഇടുകയും ചെയ്ത ശിവപ്രസാദിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശിവപ്രസാദ് മകനെ പോലെയാണ്. അവന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഞാൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃതജ്ഞതയും പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് സംഗീതമോള്. സംഗീതയ്ക്ക് കുഞ്ഞു മോനാണ് സ്വാതിക് സായി. എനിക്കറിയാം, അവൻ ഭയങ്കര വാശിക്കുടുക്കയാണ്. അവൻ എന്താ ചെയ്യാ, അമ്മ കൂടുതൽ സമയം ലാപ്ടോപ്പിലിരുന്ന് അവൻ പോയി ലാപ്ടോപ്പ് അടയ്ക്കും, അവന് ക്ഷമ നശിച്ചിട്ട്. എന്നിട്ട് പോലും പിന്നെ നമ്മുടെ സംഗീതമോള് നന്നായിട്ട് ഈ പ്രോഗ്രാമിന് വളരെ പ്രസന്റ് ചെയ്യാൻ ഇവർക്ക് 4 പേർക്കേ പറ്റുള്ളൂ, ഭഗവാന്റെ വീഡിയോ പ്രസന്റ് ചെയ്യാൻ. അപ്പൊ അവരുടെ സഹായമില്ലാതെ നമുക്ക് പറ്റില്ല. അപ്പൊ അവര് എത്രമാത്രം പുറകെ നിന്നുകൊണ്ട് ബാക്കിൽ നിന്നുകൊണ്ട് എന്തുമാത്രം സപ്പോർട്ടാണ് ചെയ്യുന്നത്. പാവ കളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പാവകളൊക്കെ തനിയെ കളിക്കണം. അല്ല, അതിൽ നൂലുകളുണ്ട്. മുകളിൽ നിന്ന് ഒരാളാണ് ആ പാവയെ കൊണ്ട് കളിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ അന്തർശൗചയജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നു. പക്ഷെ ഇവരാണ് പാവ കളിക്ക് അത് ശരിക്കും നടത്തുന്നത്. കാരണം റെക്കോർഡ് ചെയ്യാനാണെങ്കിലും പ്രസന്റേഷൻ ചെയ്യാനാണെങ്കിലും എല്ലാം കൃത്യസമയത്ത് ഞാൻ കയറുന്നതിന് മുമ്പേ തന്നെ ഇവർ 4 പേരും കയറാറുണ്ട്. പിന്നെ ഉള്ളത് കണ്ണനാണ്, പ്രേമസായി കണ്ണൻ, കാസർഗോഡിന്റെ സ്വന്തം പുത്രനാണ് അവനും ഇതുപോലെ തന്നെയാണ്. എപ്പോഴും എന്ത് പറഞ്ഞാലും തയ്യാറായിട്ടിരിക്കും. പിന്നെ ഉള്ളത് സതീഷാണ്. സതീഷ് MD. സതീഷിന് ഒരുപാട് തിരക്കുകളാണ്, ഓഫീസറൊക്കെ ദൂരെ പോയിട്ടൊക്കെയാണ് വരുന്നത്. എന്നാലും നമ്മുടെ ഈ കാര്യത്തിന് ഒരു ദിവസം പോലും മുടക്കം വരുത്തിയിട്ടില്ല. എപ്പോഴും നന്നായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ സുധാമണി ആദ്യം ഉണ്ടായിരുന്നു. ബാലവികാസ് ക്ലാസ്സുകൾക്ക് ത്രൂ ഔട്ട് സുധാമണിയുടെ സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. ആ ഒരു 140 ക്ലാസ്സോളം എടുത്തത് മുഴുവൻ സുധാമണി. അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഈ അന്തർശൗചയത്തിന്റെ ആദ്യകാലങ്ങളിൽ സുധാമണി ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വീട്ടിൽ പ്രഷർ വന്നുകൊണ്ടാണ് സുധാമണിക്ക് മാറി നിൽക്കേണ്ടി വന്നത്. സുധാമണിക്കും എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കൃതജ്ഞത പറയേണ്ടത് എൻ്റെ സഹോദരിമാര് കുറച്ചു പേരുണ്ട്. അവരുടെ സഹായമില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചു പേരെയൊക്കെ അറിയാം. എന്നാലും ഇത്രയും അധികം പേരെ കോണ്ടാക്ട് ചെയ്യുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക, അവരെ വിവരം അറിയിക്കുക, പറ്റില്ലെങ്കിൽ വേറൊരാളെ തരിക, ഇതൊക്കെ ചെയ്ത 4-5 സഹോദരിമാരുണ്ട്. അവരുടെ പേരുകൾ പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ പ്രധാനമായിട്ടുള്ളത് ശോഭ ലക്ഷ്മൺ, കണ്ണൂരാണ്. ശോഭ ഒന്ന് ഓൺ ചെയ്യോ വീഡിയോ.
ശോഭ ലക്ഷ്മൺ കണ്ണൂരാണ്. എത്ര പേരെയാണ് ശോഭ ചേർത്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. എത്ര പേരെയാണ് ശോഭ ഫോളോ അപ്പ് ചെയ്ത് പറ്റില്ലെങ്കിൽ വേറൊരാളെ തന്നിട്ടൊക്കെ ശോഭ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശോഭയ്ക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാട്ടെ. ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ ശോഭ എന്നെ വിളിക്കും, അമ്മ ഇന്ന് അവർക്ക് പറ്റില്ല, ഞാൻ വേറൊരാളെ തരാട്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ സിൻസിയർ ആയിട്ടാണ് ശോഭ ചെയ്തത്. പിന്നെ ബാലവികാസ് കുട്ടികളെ കണ്ടത് മുഴുവനും ശ്രീമതി ലതാ പുഷ്കരൻ തിരുവനന്തപുരവും ശ്രീമതി പത്മാക്കുട്ടിയുമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ബാലവികാസ് കുട്ടികളെ ടീച്ചേഴ്സ്മാരെ നമുക്ക് തന്നത്. അവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇത്ര അധികം കുട്ടികളെ ഒന്നും എനിക്ക് കിട്ടാൻ പറ്റില്ലായിരുന്നു. അതുപോലെ പത്മാക്കുട്ടി ഉണ്ടോ? പത്മാക്കുട്ടിയും ലതാ പുഷ്കരനും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ചെയ്യായിരുന്നു. പിന്നെ ഒരാള് മഞ്ചേരിയിലുള്ള കൃഷ്ണകുമാരിയാണ്. കൃഷ്ണകുമാരി ഇതുപോലെ തന്നെയാണ്. എത്ര പേരെയാണ് കൃഷ്ണകുമാരി ചേർത്തിരിക്കുന്നത്? ബാലവികാസ് സ്റ്റുഡൻസ്, ബാലവികാസിന്റെ ഗുരുക്കന്മാര്, അതുപോലെ തന്നെ ഡിവോട്ടീസ്, മഞ്ചേരിയിലും ആ ഏരിയയിലുള്ള എല്ലാവരെയും ഒരുപാട് പേരെ ചേർത്തിരിക്കുന്നത് കൃഷ്ണകുമാരിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഇടുക്കി, നമുക്ക് പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് സപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് ഗീത ഉണ്ണികൃഷ്ണനാണ് ഒരുപാട് പേരെ ചേർത്തതും ബാലവികാസ് ചേർത്തതും. ഗീതയുടെ മക്കളാണെങ്കിൽ ഞാൻ എപ്പ പറഞ്ഞാലും മോളെ ഇന്നൊന്ന് ഭജന പാടുന്ന പറഞ്ഞാൽ മതി, അവർ പാടിയിരിക്കും. അങ്ങനെ ഫുൾ സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരാൾക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഒരു ഭഗവാൻ പറഞ്ഞ പോലെ 5 വിരല്, 5 വിരലില് 5 വിരലും വേണം, എന്നാലേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് നമ്മുടെ സ്വാമിയുടെ കാര്യങ്ങളിൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ ഈ കൈപ്പത്തിയിലെ 5 വിരല് പോലെ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ അനുഗ്രഹങ്ങൾ പങ്കുവെച്ച ഡിവോട്ടീസിന്റെ കാര്യം പറയണ്ട. എത്രമാത്രം മനോഹരമായ, എത്ര അത്ഭുതകരമായ, നമുക്ക് സ്വാമിയെ പറ്റി സ്വാമിയുടെ മഹിമ, സ്വാമിയുടെ ഭാഗവതം, അതാണ് അവരുടെ ഓരോരുത്തരുടെയും എത്രമാത്രം അത്ഭുതകരമായ കഥകളായിരുന്നു. ഓരോരുത്തരുടെ അനുഭവങ്ങൾ, അവരുടെ ഭക്തി, സ്വാമിയുടെ അവരോടുള്ള കാരുണ്യം, നമ്മളോട് എല്ലാവരോടും. സ്വാമിക്ക് ഇതിന് ഏറ്റവും വലുതായിട്ട് പഠിച്ചൊരു പാഠമെന്ന് വെച്ചാൽ സ്വാമിക്ക് ആരും VIPs അല്ല, എല്ലാവരും VVIPs ആണ്. സ്വാമിക്ക് സ്വാമിയുടെ ഡിവോട്ടീസ് മുഴുവൻ VVIPs ആണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും സ്വാമി നൽകുന്ന അനുഭവങ്ങൾ അത് പങ്കുവെക്കാൻ ഒരു വേദി നമുക്ക് ഒരുക്കാൻ പറ്റുന്നുള്ളത് വളരെ, സ്വാമിയോട് തന്നെ എത്ര തന്നെ നമുക്ക് നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇങ്ങനെ ഒരു ഐഡിയ തന്നതും സ്വാമിയാണ്, അത് നടത്തുന്നതും സ്വാമിയാണ്. ഈ 411 ദിവസവും ഒരു മുടക്കമില്ലാതെ എത്ര നമുക്ക് വേണമെങ്കിൽ പുട്ടപ്പുറത്തിൽ ഇരുന്നുകൊണ്ട് തീർച്ചയായിട്ടും നെറ്റ് പ്രോബ്ലം ഒക്കെ വരാം. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല, 411 ദിവസവും വന്നിട്ടില്ല. ഒരൊറ്റ ദിവസമാണ് എനിക്ക് ഒരു താമസിച്ച് കയറേണ്ടി വന്നത്. കാരണം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായി പോയി, കറണ്ടൊക്കെ പോയി ഔട്ടായി. പക്ഷെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വന്നു. അങ്ങനെ ഒരു ദിവസവും മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ്. ഇന്ന് നമ്മള് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ പങ്കെടുത്ത നിങ്ങൾ, സദസ്സില്ലെങ്കിൽ എന്താ പ്രയോജനം? പ്രസംഗിക്കാൻ കയറി നിന്നാ കേൾക്കാൻ ആള് വേണ്ടേ? അതുപോലെ നമ്മൾ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനും എല്ലാവരും കൃത്യമായിട്ട് കൃത്യസമയത്ത് കയറിയ എല്ലാ സഹോദരന്മാരും ഞാൻ പ്രത്യേകം കൃതജ്ഞത അറിയിക്കുകയും അവരുടെ എല്ലാം പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഇനിയും ചെയ്യാൻ പോണത് ശോഭ നന്നായി പാടും, അതുകൊണ്ട് ശോഭ ആരതി പാടും. പ്രേമസായി വീട്ടിലെ പൂജമുറിയില് ആരതി എടുക്കും. അപ്പൊ ശോഭ പാടിക്കോളൂ. അപ്പൊ വീഡിയോ ഓൺ ചെയ്യണ്ട. പ്രേമസായി ഉണ്ടല്ലോ കണ്ണ, വീഡിയോ ഓൺ ചെയ്യൂ. പൂജമുറിയുടെ വീഡിയോ ഓൺ ചെയ്ത് ആരതി എടുക്കൂ, ആന്റി പാടും. വീഡിയോ ഓൺ ചെയ്ത് നമുക്ക് കാണണം. സായിനിക്കും കൃതജ്ഞതയോടെ ഓർമ്മിക്കുന്നു. പ്രേമസായി പുട്ടപർത്തിയിലാണോ? വീട്ടിലെ പൂജമുറിയില് ആരതി എടുക്കണം. ശോഭ ആരതി പാടും. പാടിക്കോളൂ ശോഭേ. ആയിരാം ഭഗവാന്റെ പാദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാനെ സായിരാം. ഓം ജയ് ജഗദീശ ഹരേ സ്വാമി സത്യ സായി ഹരേ.
ഭക്തജന സംരക്ഷക ഭക്തജന സംരക്ഷക പതിമഹേശ്വര ഓം ജയ് ജഗദീശ ഹരേ ശശിവദന ശ്രീകര സർവ പ്രാണപദേ സ്വാമി സർവ പ്രാണപദേ ആശ്രിത കൽപലധീക ആശ്രിത കൽപലധീക ആപദ്ബാന്ധവാ ഓം ജയ് ജഗദീശ ഹരേ മാതപിതാ ഗുരുദൈവമു മരിയന്തയും നീവേ സ്വാമി മരിയന്തയും നീവേ നാദ ബ്രഹ്മ ജഗന്നാഥ നാദ ബ്രഹ്മ ജഗന്നാഥ നാഗേന്ദ്രാശയന ഓം ജയ് ജഗദീശ ഹരേ ഓംകാര രൂപമോജസി ഓം സായി മഹാദേവ സത്യ സായി മഹാദേവ മംഗള ആരതി അന്തുകോ മംഗള ആരതി അന്തുകോ മന്ദരഗിരിധാരി ഓം ജയ് ജഗദീശ ഹരേ നാരായണ നാരായണ ഓം സത്യ നാരായണ 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 ഓ നാരായണ നാരായണ ഓം സത്യ നാരായണ നാരായണ ഓം സത്യ നാരായണ നാരായണ ഓം ജയ് സദ്ഗുരുദേവാ നാരായണ നാരായണ ഓ സത്യനാരായണ നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ ഓം ജയ് സദ്ഗുരുദേവാ നാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ ഓ ഓ ഗുരുദേവാ ഓം ശാന്തി 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 സായിരാം जय बोलो भगवान श्री सत्य साई बाबा जी की जय. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നമ്മുടെ ഈ അന്തർശൗചയജ്ഞം എല്ലാവരുടെ പേരിലും സതീഷ് മാഷ്, ലക്ഷ്മണ മാഷ്, നമ്മുടെ 4 ഹോസ്റ്റ്, ബാക്കി എല്ലാ ഡിവോട്ടി സഹോദരി സഹോദരന്മാരുടെ പേരിലും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ഇന്ന് ഈ നമ്മുടെ യജ്ഞം സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം.